സംഘടനയായ അമ്മയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന ലക്ഷ്മിപ്രിയാണ് ഇപ്പോൾ ഉള്ളത്. ലക്ഷ്മി സ്വാഗതം. താങ്ക് യു. അപ്പോൾ ആയിരുന്ന എന്നൊരു പ്രയോഗം എനിക്ക് വെക്കേണ്ടി വന്നു അല്ലേ. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ അമ്മയുടെ ഈ പുതിയ ഭരണസമിതി വർഷം മുമ്പ് അത് സ്ഥാനമേറ്റു. പക്ഷെ അത് കാലാവധി പൂർത്തിയാകാതെ തന്നെ അതിന് പിരിയേണ്ടി വന്നിരിക്കുമെന്ന വലിയ ദുഃഖകരമായ അവസ്ഥയിലാണ് നിൽക്കുന്നത്. എൻ്റെ വൈസ് പ്രസിഡന്റ് ദുഃഖമുണ്ടോ? ശരിക്കും ഒട്ടും ദുഃഖമില്ല, ദുഃഖമില്ല. ഒട്ടും ഒരു ശകലം പോലും ദുഃഖമില്ല. കാരണം അമ്മമാർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. വളരെ വർഷങ്ങളായിട്ട് 10-18 വർഷമായിട്ട് അമ്മയുടെ മെമ്പറാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും ഒരു കമ്മിറ്റിയിലും ഇരുന്നിട്ടില്ല. ഒന്ന് കൈ പൊക്കൂ എന്ന് പറയുമ്പോൾ, ഇലക്ഷൻ ഇല്ലാതെ കൈ പൊക്കൂ എന്ന് പറയുമ്പോൾ പോലും ഞാൻ കൈ പൊക്കുവോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അമ്മമാരെ ഒന്ന് സേവിക്കാൻ ഒരു അവസരം വേണം എന്ന് ഉള്ളിൽ ആഗ്രഹിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എപ്പോഴെങ്കിലും അമ്മയുടെ ഷോസ് ഒക്കെ ചെയ്യുമ്പോൾ ഇവരെ ടേക്ക് കെയർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ജോലി എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പ്രാവശ്യത്തെ ഇലക്ഷനൊക്കെ അറിയാലോ. കഴിഞ്ഞ പ്രാവശ്യം ലാലേട്ടൻ ഹേമ കമ്മീഷന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ വളരെ അപ്രതീക്ഷിതമായിട്ട് ലാലേട്ടൻ രാജിവെക്കുന്നു, അസാധാരണ പൊതുയോഗം വരുന്നു, പിന്നെ ഒരു മത്സരം വീണ്ടും അഡ്ഹോക് കമ്മിറ്റി ആവുന്നു, മത്സരം വരുന്നു. ഇപ്പോഴുള്ള അതേ ഒരു അനിശ്ചിതാവസ്ഥ അന്നും ഉണ്ടായിരുന്നു. ഇതിനേക്കാൾ കുറച്ചുകൂടെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള വിഷയങ്ങൾ ആക്ച്വലി അന്നായിരുന്നു, ഇന്നല്ല. അപ്പോൾ സ്ത്രീകളുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നത്. മത്സരിക്കുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും ഒരുപാട് നോമിനേഷൻസ് കൊടുക്കും. അങ്ങനെ വൈസ് പ്രസിഡന്റും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിലൊരു മത്സരം വരട്ടെ, വൈസ് പ്രസിഡന്റ് പിന്നെ ഇതിൽ ഒരു മത്സരം വരട്ടെ എന്നൊരു മുതിർന്ന നടൻ പറഞ്ഞതിൻ്റെ പേരിലാണ് ഞാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയാണ് പിൻവലിക്കാനായിട്ട്, എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിൽക്കാം, വൈസ് പ്രസിഡന്റ് സ്ഥാനം പിൻവലിക്കാം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അദ്ദേഹം ഒരു മത്സരം വരട്ടെ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മത്സരിച്ചത്. അത് തന്നെ നവ്യ നായർ അന്ന് പിന്മാറിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് മത്സരിക്കേണ്ടി വന്നതാണ്. അപ്പോഴും എനിക്കറിയാം, എന്നെ പോലെ ഒരു 2ാം നിര നടി അല്ലെങ്കിൽ ഒരു 3ാം നിര നടി ഒരു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിലേക്ക്, ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കൊക്കെ വരുമ്പോൾ അത് പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ട് മറ്റു പലർക്കും ഉണ്ടാവുമെന്നും അത് കാരണം എനിക്ക് പലവിധ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നും എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. ഈ പെയിൻ ശല്യമൊക്കെ സർവ്വസാധാരണമല്ലേ. ലൈസ് കിഡ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നോ സൈഡ് എഫക്ട്സ്. ഒരു അമൃത് വേണി ഉൽപ്പന്നം. അപ്പോൾ പക്ഷെ അത് അല്ലാതെ വേറെ ഒന്നും നിവൃത്തിയില്ലായിരുന്നു. ഞാൻ ഇപ്പോഴും പറയുന്നു, കുറച്ചുകൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ള വേറൊരു ഓപ്ഷനും കൂടെ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ നോമിനേഷൻ പിൻവലിച്ചേനെ. അമ്മ പിരിച്ചുവിട്ടതിൽ എനിക്ക് ദുഃഖമുണ്ട്. എനിക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം ഞാൻ അതിന് മുന്നേ തന്നെ രാജിവെക്കാനായിട്ട് തയ്യാറായിരുന്നു. അമ്മയിലെ അംഗത്വവും രാജിവെക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ ഈ കമ്മിറ്റി പിരിച്ചുവിട്ടില്ലായിരുന്നു എങ്കിൽ ഈ ഒരു 45 ദിവസം കണക്ക് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്വേത ചേച്ചി 7 മണിക്കൂർ നിന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നല്ലോ, അത് കിട്ടുമായിരുന്നെങ്കിൽ എനിക്ക് ഉറപ്പാണ് അടുത്ത മാസം 14-ാം തീയതി, അതായത് ജൂലൈ മാസം 14-ാം തീയതി അമ്മയുടെ അക്കൗണ്ടിലേക്ക് അദാനി ഗ്രൂപ്പിന്റെ ഒരു 15 ലക്ഷം രൂപ ചാരിറ്റി ആയിട്ട് ഞങ്ങൾക്ക് ലഭിക്കുമായിരുന്നു അമ്മയിലേക്ക്. അത് വന്നിരുന്നെങ്കിൽ ശ്വേതാ മേനോൻ എന്ന് പറയുന്ന പ്രസിഡന്റ് വർഷങ്ങളോളം ഇന്നസെന്റ് അങ്കിൾ പ്രസിഡന്റ് ആയിട്ടിരുന്ന പോലെ ശ്വേതാ മേനോൻ ആ സ്ഥാനത്ത് തുടരുമായിരുന്നു. അതുകൊണ്ട് തന്നെ വാശിക്ക് വേറെ മാടമ്പിമാർക്കൊന്നും അങ്ങോട്ട് കയറാനായിട്ട് പറ്റില്ല. ഇതൊരു വലിയ സംഖ്യയാണല്ലോ, ഒരു ഷോ നടത്തിയിട്ട് കിട്ടുന്നല്ല ഒന്നുമല്ല. ശ്വേതാ മേനോൻ എന്ന വ്യക്തിയുടെ കോണ്ടാക്റ്റിൽ കിട്ടുന്ന ഒരു എമൗണ്ട് ആണ്. അപ്പോൾ അത് പിന്നെ ആർക്കും അത് ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇറക്കി വിട്ടതാണ്. അങ്ങനെ ഇറക്കി വിട്ടു എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഉണ്ടാവണല്ലോ പിന്നിൽ. അങ്ങനെ ലക്ഷ്മിക്ക് അങ്ങനെ വ്യക്തമായ തെളിവുകളോ? അത് സിദ്ദിഖ, ഇടവേള ബാബു, പിന്നെ അതുപോലെ ബാബുരാജ്, ഇവരുടെ നേതൃത്വത്തിൽ അത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ബാബുരാജ് ഏട്ടനാണ് 2ാമത് രജിസ്റ്ററിൽ സൈൻ ചെയ്തിരിക്കുന്നത്. രജിസ്റ്റർ ഉണ്ടല്ലോ, നമ്മൾ വരുമ്പോൾ ഒപ്പിടുന്ന രജിസ്റ്റർ, ആ രജിസ്റ്ററിൽ 2ാമതായിട്ട് ഒപ്പിട്ട് വേറൊരു കൗണ്ടർ ഇവർ ഉണ്ടാക്കിയിട്ട് ഈ പാരലായിട്ടൊരു കൗണ്ടർ നിൽക്കുകയായിരുന്നു. അപ്പൊ ഇങ്ങോട്ട് രജിസ്ട്രേഷൻ കൗണ്ടറിൽ ഒപ്പിടാൻ വരുന്നവരെയൊക്കെ ഇവര് അങ്ങോട്ട് വിളിച്ചിട്ട്, അപ്പൊ അമ്മമാരൊന്നും നോക്കില്ലല്ലോ, പ്രായമുള്ളവരാണല്ലോ, സ്വാഭാവികമായിട്ട് അവർ നോക്കില്ല. ഇത് എന്താണെന്ന് വായിച്ചു പോലും നോക്കാതെ പലരും ഒപ്പിട്ട് കൊടുത്തിട്ട് അകത്ത് വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങള് അവിശ്വാസ പ്രമേയം ഞങ്ങൾ സമ്മതിച്ചിട്ടില്ല, അറിയാണ്ട് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ദീപിക ആന്റി ഉൾപ്പെടെയുള്ള ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതെ, പറയാതെ ചെയ്തു,
പൊക്കി പിടിച്ചിട്ട് ഇതിലൊന്ന് ഒപ്പിട്ടിട്ട് പോണേന്ന് പറഞ്ഞ് ഒപ്പിടിപ്പിച്ചു. കമ്മിറ്റിക്ക് മുമ്പ് പറഞ്ഞിട്ടില്ല. അതായത് ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും തലേ ദിവസം അജണ്ടയിൽ അത് ഉൾപ്പെടുത്തണമെന്നും ഇവര് പ്രിയർ നോട്ടീസ് തന്നിരിക്കണമെന്നുമാണ് ലോ, നിയമം അതാണ്. പക്ഷെ അങ്ങനെ ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിനെ പറ്റിയിട്ട് യാതൊരു സൂചനകളും ഞങ്ങൾക്ക് തന്നിരുന്നില്ല. നമ്മൾ അന്ന് അറിയുന്നു ഇവരെ കൊണ്ട് ഇങ്ങനെ ഒപ്പിടിക്കുന്നു, ഇവരെ അറിഞ്ഞിട്ടെങ്കിലും തടസ്സപ്പെടുത്താനോ ഞങ്ങളൊന്നും പ്രതികരിച്ചില്ല. ഒന്നുമേ ഞങ്ങൾ പ്രതികരിച്ചില്ല. തെറ്റായ നടപടിയായിരുന്നില്ല, പ്രതികരിക്കേണ്ടതായിരുന്നില്ലേ? എന്ത് പ്രതികരിക്കാനായിട്ടോ? ഒരു സംഘം ചേർന്നിട്ട് വലിയ ഗൂഢലക്ഷ്യത്തോട് കൂടിയിട്ട് ഞങ്ങൾ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഒരു കാര്യം പോലും ഞങ്ങൾ തെറ്റായിട്ട് ചെയ്തിട്ടില്ല. ഈ സംഘടനയുടെ പൈസ കട്ടിട്ടില്ല, ഇതിൽ കണക്കുകളിൽ കൃത്രിമത്വം കാണിച്ചില്ല. അഭിമാനത്തോട് കൂടിയിട്ട് പറയും 6,40,00,000 രൂപയാണ് ഔട്ട്സ്റ്റാൻഡിങ് ഫിഗറായിട്ട് അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന എമൗണ്ട്. അതിൽ നിന്നും 6 ലക്ഷം രൂപ മാത്രമേ ഞങ്ങളുടെ കമ്മിറ്റി ചെലവാക്കിയിട്ടുള്ളൂ. ഇത്രയും നാളും 10 മാസം ഞങ്ങൾ ഇൻഷുറൻസ് കൊടുത്തു. മാസം തോറും 6 മുതൽ 8 ലക്ഷം രൂപയോളം സഞ്ജീവനി പദ്ധതിക്ക് ഞങ്ങൾ മെഡിസിൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ മറ്റു ഓഫീസ് ചെലവുകളെല്ലാം ഉണ്ട്. IFFKക്ക് ഡിന്നർ നടത്തി, അതുപോലെ കുടുംബസംഗമം നടത്തി. 54 ലക്ഷം രൂപ മുൻ കമ്മിറ്റിയുടെ GSTയും ഞങ്ങൾ അടച്ചു. എന്നിട്ടും 6 ലക്ഷം രൂപ മാത്രമാണ് ആ എമൗണ്ടിൽ നിന്നും ഞങ്ങൾ ചെലവാക്കിയിട്ടുള്ളത്. ഇത് കണക്കാണ്, ഈ പറയുന്നത് കണക്കാണ്, പച്ച പരമാർത്ഥമായ കണക്കാണ് പറയുന്നത്. പിന്നെ അത് കൂടാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 45 ലക്ഷം രൂപയോളം അമ്പലത്തിൽ നിന്ന് ഞങ്ങൾക്ക് ബാലൻസ് കിട്ടാനുണ്ട്. 54 ലക്ഷം രൂപ GST അടച്ച തുക അടച്ചില്ലായിരുന്നെങ്കിൽ അത് അക്കൗണ്ടിൽ ഉണ്ടാകുമായിരുന്നു. മാത്രമല്ല അത് ഞങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന എമൗണ്ട് ആണ്. പിന്നെ ഈ ജനറൽ ബോഡിക്ക് ഞങ്ങൾക്ക് ഇതുണ്ടായിരുന്നല്ലോ, പിന്നെ സ്പോൺസർഷിപ്പ് ഉണ്ടായിരുന്നല്ലോ. ആ എമൗണ്ട് നോക്കുമ്പോൾ ഏകദേശം 1.5 കോടി രൂപയോളം മിച്ചമായിട്ടാണ് വരുന്നത്. വേറെ വ്യക്തമായ കണക്കുകൾ ഉണ്ടായിരുന്നത് പോലും അവിടെ ഉണ്ടായിരുന്നവർ അവിശ്വാസം പ്രകടിപ്പിച്ചത് ഈ കണക്കിലാണ്, ക്ലിയർ അല്ലെന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ടും അത് ക്ലിയർ ചെയ്യാനുള്ള ശ്രമം നടത്തി. അതായത് ഫസ്റ്റ് തന്നെ റിപ്പോർട്ട് അവതരണത്തിനെ തടസ്സപ്പെടുത്തുന്നുണ്ടായിരുന്നു. റിപ്പോർട്ട് അവതരിപ്പിക്കാൻ പാടില്ല, ഈ റിപ്പോർട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പം നമ്മളെ കേൾക്കാൻ തയ്യാറാവുന്നില്ല, 2 വശവും കേൾക്കാൻ തയ്യാറാണ്. അപ്പോൾ ഞങ്ങൾക്ക് കണക്കെഴുതി തരുന്നത് ഞങ്ങളാണോ കണക്കപ്പിള്ള? വൈസ് പ്രസിഡൻസ് ആയ ഞാനോ ജെയിൻ ചേർത്തലയോ അല്ല, പ്രസിഡന്റായ ശ്വേതാ മേനോനല്ല, സെക്രട്ടറി ആയ കുക്കു പരമേശ്വരനോ അല്ല കണക്കെഴുതുന്ന ആളാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, ഇതിനെ ക്രോഡീകരിക്കുന്ന ആള്. ആ ആൾ ആദ്യം തന്നെ സ്റ്റേജിൽ വന്ന് നിന്നിട്ട് പറയുകയാണ് ഈ കണക്ക് തെറ്റാണ് എന്ന് അദ്ദേഹം തന്നെ പറയുമ്പോൾ ഞങ്ങൾ എന്ത് പറഞ്ഞിട്ട് അംഗീകരിക്കും? അയാളെ കൊണ്ട് പറയിപ്പിച്ചാണോ? പറയിപ്പിച്ചതായിരിക്കാം. കാരണം അദ്ദേഹത്തിന് തന്നെ തോന്നിക്കാണും ഈ കമ്മിറ്റി പോയി കഴിഞ്ഞാലും അദ്ദേഹത്തിന് ഇവിടെ നിലനിൽക്കണമല്ലോ. അപ്പം മറ്റു ആൾക്കാരുടെ കൂടെ നിന്നാലേ പറ്റുള്ള. ക്ലിയർ കട്ടായിട്ട് ഞാൻ ചെന്ന് ചോദിച്ചല്ലോ. സ്വാഭാവികമായിട്ടും ഒരു ഭരണസമിതിയോടല്ലേ അക്കൗണ്ടന്റിന്റെ കൂറെന്ന് പറയുന്നത്. ഈ ഭരണസമിതി, അതായത് പിന്നീട് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ, അതായത് ഞങ്ങള് കൈമൈ മറന്ന്, ഇതൊരു ആഘോഷമാണല്ലോ, അമ്മയുടെ ജനറൽ ബോഡി എന്ന് പറയുന്ന ഒരു ആഘോഷമാണ്. അതിൽ ഒരു തെറ്റുകളും വരാണ്ട്, ഒരു വീഴ്ചകളും വരുത്താണ്ട് ഇത് ഗംഭീരമാക്കണം എന്നുള്ള നമ്മുടെ ഒരു കല്യാണം നമ്മുടെ വീട്ടിൽ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഉത്സവം നടത്തുമ്പോൾ അതിന് പ്രമാണിമാരായിട്ട് ഞങ്ങൾ നിന്നിട്ട് ഇതിന് വേണ്ടിയിട്ട് പണിയെടുക്കുമ്പോൾ ഞങ്ങളിങ്ങനെ പല സ്ഥലത്തുനിന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. 300 പേരുടെ ഒപ്പ് അവർ ശേഖരിച്ചു, ഒപ്പ് ചോദിച്ച് വിളിക്കുന്നുണ്ട്, അവിശ്വാസ പ്രമേയത്തെ സപ്പോർട്ട് ചെയ്യുന്നു. ഇതൊക്കെ പറഞ്ഞാൽ ഞങ്ങളൊന്നും മൈൻഡ് ചെയ്തില്ല. ഞങ്ങളുടെ സഹപ്രവർത്തകരല്ലേ, ഞങ്ങൾ അവർക്ക് വേണ്ടിയല്ലേ വർക്ക് ചെയ്യുന്നത്. നമ്മൾ നാളെയും കാണേണ്ട മനുഷ്യരല്ലേ. സ്നേഹം എന്ന് പറയുന്നൊരു സാധനം അവിടെ ഇല്ലേ? അപ്പൊ അവര് ഞങ്ങളോട് അങ്ങനെ ചെയ്യുമോ? അവർക്കതിന് കഴിയില്ല. ഇന്നയാളുടെ പേര് പറയുമ്പോ അവരങ്ങനെ ചെയ്യില്ല, ഇവരങ്ങനെ ചെയ്യില്ല. ആ ഒരു ആറ്റിറ്റ്യൂഡിൽ വളരെ നിസ്സാരമായിട്ടാണ് ഞങ്ങളിരുന്നത്. അപ്പോൾ കണക്ക് എഴുതിയ അദ്ദേഹം തന്നെ വന്ന് പറയുകയാണ് ഇതിനെ അംഗീകരിക്കുന്നില്ലെന്ന്. അത് മാത്രമല്ല, ഞങ്ങളുടെ ട്രഷററെ കൊണ്ട് ഞങ്ങളുടെ കമ്മിറ്റിക്ക് ചെറുതല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം 5 ലക്ഷത്തിന് എത്ര പൂജ്യം വേണമെന്ന് പെട്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന്റെ മിസ്റ്റേക്സ് കൊണ്ട് പല കണക്കുകളും തെറ്റിപ്പോവുകയും സ്റ്റീഫൻ ദേവസിക്ക് അടക്കം അയച്ച പൈസ 2 ലക്ഷം രൂപ കൂടുതലായിട്ട് അദ്ദേഹത്തിന്റെ മാനേജർ അമ്മയുടെ അക്കൗണ്ടിലോട്ട് അത് തിരിച്ച് ഡെപ്പോസിറ്റ് ചെയ്ത അനുഭവമുണ്ട്. പല പ്രാവശ്യം ചെക്കുകൾ എമൗണ്ട് എഴുതുന്നതിൽ മിസ്റ്റേക്ക് പറ്റിയിട്ട് പല പ്രാവശ്യം പിന്നെ ചെക്കുകൾ കീറിക്കളഞ്ഞ അനുഭവമുണ്ട്. ഇതൊക്കെ പ്രസിഡന്റ് കുറച്ചുകൂടെ ആധികാരികമായിട്ട് പറയും. ട്രഷററാണ് ഈ കണക്കിന്റെ ഉത്തരവാദിത്തം മൊത്തം. ആ ട്രഷറർ അങ്ങനെ പിന്നെ ഒരു ബില്ല് പാസ്സാവണമെങ്കിൽ നമ്മൾ ഇമെയിൽ അയച്ച് നമ്മൾ പോയിട്ട് തൊഴുത് ഇദ്ദേഹത്തിന്റെ മുന്നിൽ നിൽക്കണം. സമയത്ത് ഒരു ചെക്കും അവിടെ മാറുന്നില്ല. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ആൾക്കാർ വിളിച്ച് ഭയങ്കര പ്രഷർ ആവാൻ തുടങ്ങി. ഇത് കഴിഞ്ഞിട്ട് ഇത്ര ദിവസമായില്ലേ, അമ്മയ്ക്കല്ലേ നാണക്കേട്. കാരണം എന്തെന്നുള്ളത് പുറത്ത് നിൽക്കുന്ന ആൾക്ക് അറിയില്ല. അമ്മയ്ക്കല്ലേ ഒരു ട്രഷറർ മൂലം പേയ്മെന്റ്സ് വൈകുന്നു, അല്ലെങ്കിൽ ഇൻഷുറൻസ് വൈകുന്നു. ഇൻഷുറൻസ് വൈകിയ അനുഭവം ഉണ്ടല്ലോ.
ഇൻഷുറൻസ് അടയ്ക്കുന്നതിന് ഡേറ്റ് മാറിപ്പോയിട്ട് ഇൻഷുറൻസിന്റെ പ്രശ്നം ബുദ്ധിമുട്ടായതുണ്ടല്ലോ. ഹരിശ്രീ യൂസഫിന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചേ? പറയാനാണെങ്കിൽ ഇപ്പൊ ഉണ്ണിച്ചേട്ടൻ വന്നിരുന്ന് ഭയങ്കര സദാചാര പ്രസംഗം നടത്തുന്ന പോലെ അല്ല. ട്രഷറർ വ്യക്തിപരമായിട്ട് അദ്ദേഹം വളരെ നല്ലതാണ്. ഞാൻ വൈസ് പ്രസിഡന്റ് ആവാനായിട്ടുള്ള കാരണം പോലും എനിക്ക് നോമിനേഷൻ പേപ്പറിൽ ഒപ്പിട്ട് തന്ന പോലും ഉണ്ണിച്ചേട്ടനാണ്. വളരെ നല്ല വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഈ പറയുന്ന അലിഗേഷൻസ് ഒന്നും സത്യം പറഞ്ഞാൽ ഇല്ല. പക്ഷേ വ്യക്തി വേറെ, ട്രഷറർ എന്ന സ്ഥാനം വേറെ അല്ലെ. ആ സ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കമ്മിറ്റിക്ക് ഒത്തിരി പ്രശ്നം ഉണ്ടായിരുന്നു. അത് കൂടാതെയാണ് ഈ കുട്ടിയോട് പെരുമാറിയതിന്റെയും അങ്ങനെയും ഇങ്ങനെയും ഈ കുട്ടിയെ ടെർമിനേറ്റ് ചെയ്തതിന്റെ വിഷയമൊക്കെ. അപ്പം അത് കേസിലേക്ക് പോയി. അതുല്യ കേസ് കൊടുക്കുന്നു, ലേബർ കമ്മീഷനിൽ കേസ് കൊടുക്കുന്നു, കമ്മീഷണർക്ക് കേസ് കൊടുക്കുന്നു. മാത്രമല്ല അത് ന്യൂസ് വരികയും ചെയ്തു. ആ സമയത്ത് ഞങ്ങൾക്ക് എങ്ങനെ അദ്ദേഹത്തിനെ സേവ് ചെയ്യാൻ പറ്റും? ഒരു പെൺകുട്ടി അമ്മയിലുള്ളൊരു മെമ്പറോ കമ്മിറ്റിയിലുള്ളൊരു അംഗമോ ഒന്നുമല്ല. ഇത് പറഞ്ഞ് പരിഹരിക്കുന്ന എല്ലാത്തിനും പറഞ്ഞ് പരിഹരിക്കാൻ ഒരു ലെവലുണ്ട്. ആ ലെവലിൽ എത്തുന്നതിന് മുന്നേ തീരുമാനങ്ങൾ എടുക്കുകയും അത് കമ്മിറ്റിക്ക് ഒന്നടങ്കം ബുദ്ധിമുട്ടുണ്ടാവുകയും കമ്മിറ്റിയുടെ കയ്യിൽ നിൽക്കാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഉണ്ണിച്ചേട്ടനോട് ഒന്ന് അവധിയിൽ മാറി നിൽക്കുവോ എന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന അല്ലാതെ ഞങ്ങളുടെ മുന്നിൽ വേറെ മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. ശരിയാണ്, അദ്ദേഹം ഓൺലൈനിൽ മീറ്റിംഗിൽ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന്റെ വേർഷൻ കേൾക്കുന്ന സമയം ഇത് റേഞ്ച് പോവോ എന്തോ ചെയ്തിട്ട് ഇദ്ദേഹത്തിന് പറയാനുള്ളത് പറയാൻ പറ്റിയിട്ടില്ല. ഇദ്ദേഹത്തിന് അറിയിക്കാനുള്ളത് മെയിൽ അയക്കാനായിട്ട് പറഞ്ഞു, ചെയ്തിട്ടില്ല. അന്ന് ജനറൽ ബോഡി നടക്കുമ്പോഴും അമ്മയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള പല വകകളും, അതായത് ലാപ്ടോപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ട്രഷററുടെ കയ്യിലാണല്ലോ ഉള്ളത്, ഉണ്ണിച്ചേട്ടന്റെ കയ്യിലാണല്ലോ. അത് അദ്ദേഹം രേഖാമൂലം അവിടെ എത്തിച്ചിട്ടില്ലല്ലോ. ഒരു പോർട്ടറുടെ കയ്യിൽ, അദ്ദേഹം അബ്സ്കൗണ്ടഡ് ആയിരുന്നു എന്ന് ലിറ്ററലി പറയാൻ കാരണം ഒരു പോർട്ടറുടെ കയ്യിലാണ് അമ്മയുടെ ഓഫീസിന്റെ ചാവി. ഒരു ട്രഷറർക്ക് എന്ത് അധികാരമാണ് കൊടുക്കണ്ടേ? ഇതിനു മുന്നുള്ള ഏതെങ്കിലും ഒരു ഭരണസമിതിയിൽ ട്രഷറർക്ക് ഒരു റൂം അനുവദിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പല പ്രാവശ്യം സുരേഷ് ചേട്ടൻ അമ്മയുടെ ഓഫീസിൽ പോയിട്ടുള്ള വ്യക്തിയല്ലേ. ഇപ്പൊ ഈ പെൺകുട്ടി പറയുന്നുണ്ടല്ലോ ഈ ജോയിന്റ് സെക്രട്ടറിയുടെ റൂം മാറ്റി ട്രഷറർക്ക് കൊടുത്തു. ഞങ്ങൾക്ക് ആർക്കും അതിൽ ഒരു പങ്കുമില്ല. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, 5 നില ബിൽഡിംഗ് ആയിരിക്കുന്ന അമ്മയുടെ ഓഫീസിൽ ഞങ്ങളൊക്കെ ചെന്നാൽ ഞങ്ങൾക്ക് ഇരിക്കാനൊരു സ്ഥലം പോലും ഇല്ലാതെ ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം ബാങ്കിൽ അടയ്ക്കേണ്ട കാശ് എൻ്റെ കയ്യിൽ കാശായിട്ടിരിക്കുക. ഇത് ഒന്ന് സൂക്ഷിച്ചു വെക്കാൻ എനിക്കൊരു സ്ഥലം ഉണ്ടായില്ല. മനസ്സിലായില്ലേ? ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങൾ പ്രസിഡന്റിനും സെക്രട്ടറിക്കും ട്രഷറർക്കും അവിടെ ക്യാബിൻ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ വോളണ്ടറി ആയിട്ട് ജോലി ചെയ്യാൻ വരുന്നുള്ള ആള് എനിക്ക് AC വേണം, എനിക്ക് കമ്പ്യൂട്ടർ വേണം, എനിക്ക് ക്യാബിൻ വേണം എന്ന് പറയുന്നതിൽ ഒരു അനൗചിത്വം, അത് ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന കുട്ടി ഒന്ന് ശ്രദ്ധിച്ച് അതൊന്ന് ആലോചിച്ചാൽ നല്ലതായിരിക്കും. ഒരു അവിശ്വാസം വന്നു, അവിശ്വാസത്തിന്റെ ഒരു വിഷയം നിങ്ങൾ മണക്കുന്നു. പക്ഷേ ഈ നിങ്ങളുടെ ഭരണസമിതി രാജിവെച്ചതിന് ശേഷം മാലാപാർവതി പല അഭിമുഖങ്ങളിലും പറഞ്ഞിരുന്നത് അൻസിബ എന്ന് പറയുന്ന കുട്ടി വളരെ വൈകാരികമായ ഒരു പ്രസംഗം അവിടെ നടത്തിയിരുന്നതാണ്. ആ പ്രസംഗം കേട്ട, അല്ലെങ്കിൽ ആ പ്രസംഗം എല്ലാവരും വളരെ വൈകാരികതയോടെ കേട്ടു എന്നാണ് പറയുന്നത്. അതിനൊടുവിലാണ് അവരുടെ മുന്നിലാണ് ഈ ഭരണസമിതിക്ക് മുട്ടുമടക്കേണ്ടി വന്നത് എന്ന് പറയുന്നു. അതിലെന്തെങ്കിലും ശരിയുണ്ടോ? ഒരിക്കലുമല്ല. ഫസ്റ്റ് ഓഫ് ഓൾ 7 മണിക്കൂർ ശ്വേതാ മേനോൻ നിന്ന് സംസാരിക്കുകയാണ്. ശ്വേത ചേച്ചിയെ ലാസ്റ്റ് അടിച്ച അടി ശ്രീ ബാബുരാജ്, അദ്ദേഹം നമ്മുടെ സുഹൃത്താണ്, ജ്യേഷ്ഠതുല്യനായിട്ടുള്ള വ്യക്തിയാണ്. എല്ലാ ബഹുമാനത്തോടു കൂടിയിട്ട് ഞാൻ പറയുകയാണ്, ഇത് നിങ്ങൾക്ക് ഏതംഗത്തിനോട് വേണമെങ്കിലും ചോദിച്ച് ക്ലാരിറ്റി വരുത്താവുന്നതാണ്. പുറത്ത് പറയുന്ന ഉണ്ണിയാർച്ചയുടെ വീരോചിത കഥകൾ പോലെ ഒന്നും അല്ല ശ്രീമതി മാലാപാർവതി പറഞ്ഞ ആ പോയിന്റിനെ ഞാനിവിടെ ഖണ്ഡിക്കുകയാണ്. കാരണം ഉച്ചയ്ക്ക് ശേഷം വോട്ടെടുപ്പ് എന്നുള്ള തീരുമാനത്തിലായിരുന്നു ഇരുന്നത്. അവിശ്വാസ പ്രമേയത്തിലുള്ള വോട്ടെടുക്കാം എന്ന് ലാലേട്ടൻ ഉൾപ്പെടെ അങ്ങനെ തീരുമാനിച്ചിട്ട് വോട്ടെടുപ്പിന് വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ വീണ്ടും, അതായത് ട്രഷറർ തന്നെ വന്നിട്ട് പറയണമെങ്കിൽ കണക്കുകളെല്ലാം ഒരുമിച്ച് തരേണ്ട ട്രഷറർ 1 മാസമായിട്ടില്ല, അദ്ദേഹം ലീവിലാണ്. അദ്ദേഹം പറയണേ ഞാൻ ഈ കണക്കിനെ പറ്റി എനിക്കറിയില്ല, എനിക്ക് ഈ കണക്ക് വായിക്കാൻ പറ്റില്ല. അപ്പൊ സെക്രട്ടറി നിർബന്ധിതയാകുകയാണ്. പക്ഷെ സെക്രട്ടറി വായിക്കാനായിട്ടൊട്ട് ഇവർ അനുവദിക്കുന്നില്ല. ഇത് അംഗീകരിക്കില്ല എന്ന് പറയണം. ഇത് തനി ഗുണ്ടായിസമേട്ടാ, ഇത് അംഗീകരിക്കാത്തടുത്ത് എങ്ങനെയാ ചെയ്യുന്നത്? അപ്പൊ ഞങ്ങളുടെ ലോയർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നിങ്ങളൊരു 45 ദിവസത്തെ സമയം, അത് ബൈലോ അനുശാസിക്കുന്നുണ്ട്, ഈ റിപ്പോർട്ടും സെക്രട്ടറി റിപ്പോർട്ടും ഈ കണക്കും അംഗീകരിക്കുന്നില്ലെങ്കിൽ ജനറൽ ബോഡിക്ക് മുന്നാകെ നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം, ഒരു 45 ദിവസത്തെ സമയം കൂടി നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ജനറൽ ബോഡി നടത്തണമെന്നല്ലേ ഉള്ളൂ. സ്പോൺസേഴ്സിനെ നമുക്ക് കണ്ടെത്താമല്ലോ, നമുക്ക് കുഴപ്പമില്ല, നടത്താമെന്ന് തന്നെ
തന്നെ തീരുമാനിച്ചു. മാത്രമല്ല ഏറ്റവും സന്തോഷമായിട്ട് ജൂലൈ 14 നമുക്ക് ഇത്ര വലിയൊരു എമൗണ്ടും നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ സംഘടനയിലേക്ക്, ചാരിറ്റി അക്കൗണ്ടിലേക്ക്. അപ്പം അത്രയും സന്തോഷമായിട്ട് നമുക്കത് ചെയ്യാമെന്ന തീരുമാനത്തിൽ നമ്മൾ എത്തുമ്പോഴാണ് ഇവർക്ക് ഈ അവിശ്വാസ പ്രമേയത്തിന് മേലുള്ള വോട്ടെടുപ്പ് വേണം. അവർ ആ 45 ദിവസം തരാൻ അനുവദിക്കുന്നില്ല. നാളെയും കാണേണ്ട മനുഷ്യരാണെന്ന്. ഇത് സിനിമ എന്ന് പറഞ്ഞാൽ ഏട്ടാ ഓഫീസ് ജോലി പോലെ ഒരു ദിവസം കണ്ടിട്ട് നമ്മൾ വൈകിട്ട് വീട്ടിൽ പോലല്ലോ, നമ്മൾ രാവും പകലും എല്ലാവരും ഒരുമിച്ച് തമാശകളും പൊട്ടിച്ചിരികളും ഒക്കെ ആയിട്ട് ഒരു സെറ്റിൽ കഴിഞ്ഞിട്ട് അവരൊക്കെ നമുക്കെതിരെ തിരിയുന്ന കാഴ്ച ഏട്ടൻ ഒന്ന് കാണണം. അനൂപ് ചന്ദ്രൻ എന്ന് പറഞ്ഞ ഏട്ടൻ നമ്മളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ 6 പേരാണ് അദ്ദേഹത്തിന്റെ ഇടയ്ക്ക് നീ മിണ്ടരുത് എന്നിട്ട് ഗുണ്ടകളെ പോലെ വന്നിട്ട് നിൽക്കുന്നത്. അത് ഞാൻ പേര് പറയുന്നില്ല ഏട്ടാ. നമ്മൾ തൊഴുതുപോയി ഇദ്ദേഹത്തിന് വല്ലതും ചെയ്യുവോ എന്ന് ഭയന്നുപോയി. അത്രമാത്രം അഴിഞ്ഞാട്ടമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ജനറൽ ബോഡിയുടെ ഹാളിൽ കണ്ടത്. അപ്പോ ശ്വേത ചേച്ചിയുടെ അടുത്ത് അവസാനത്തെ ആണിയായിട്ട് ഇപ്പം നമ്മുടെ അഭിമന്യുവിനെ പോലെ, അടർക്കളത്തിലെ അഭിമന്യുവിനെ പോലെ ശ്വേത ചേച്ചി പൊരുതി നിൽക്കുകയാണ്. 45 ദിവസം റിക്വസ്റ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. ഇവർ പറയുന്ന പോയിന്റ്സിനെ എല്ലാം കണ്ണിച്ച് നിൽക്കുകയാണ്. അപ്പൊ അവസാനം ബാബുരാജ് ഏട്ടൻ സംസാരിക്കാനായിട്ട് കയറി. അപ്പൊ ഞങ്ങൾക്ക് ആർക്കും മൈക്കില്ല, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ എന്താ പറയണ്ടേന്ന് ആർക്കും കേൾക്കണ്ട. പല കാര്യങ്ങളും എന്നെക്കുറിച്ച് തന്നെ ഉണ്ടല്ലോ. നീന കുറുപ്പിന്റെ വിഷയമാണെങ്കിലും അൻസിബയ്ക്കെതിരെ കേസ് കൊടുത്തതാണെങ്കിലും ഇപ്പൊ ഈ നടക്കുന്ന പല കോൺട്രവേഴ്സീസിലും അറിഞ്ഞോ അറിയാതെയോ ഞാനൊരു കാരണമാണ്. അപ്പൊ ഇതൊന്നും ആർക്കും അറിയണ്ട. ഒരു നാണയത്തിനായാലും 2 വശമില്ലേ ചേട്ടാ, ഇത് ഞങ്ങളെ കേൾക്കണ്ട. അപ്പോൾ ശ്വേത ചേച്ചിയാണ് ഫൈറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ശ്വേത ചേച്ചി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാനം ബാബുരാജ് സ്റ്റേജിൽ കയറിയിട്ട് പറയാണ്, BJPക്ക് കാൻഡിഡേറ്റ്സിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്വേതാ മേനോൻ എന്ന് പറയുന്ന നിങ്ങൾ അമിത്ഷായുടെ കയ്യിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വാങ്ങിച്ചിട്ടില്ലേ, തെളിവടക്കമുണ്ട് എന്ന് പുള്ളി പറയാണ്. അപ്പൊ ഞങ്ങൾ എന്ന് വീണ്ടും ചെയ്യുക, ഇത് ഞാൻ നിങ്ങൾക്ക് പറയുന്ന ആരോപണമാണ്, നിങ്ങൾ തെളിയിക്കുക, അല്ലാന്ന് നിങ്ങൾ തെളിയിക്ക്. ഒരു സ്ത്രീയാണ്, അവര് പതറിപ്പോയില്ലേ ചേട്ടാ. 7 മണിക്കൂർ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. ആ നിമിഷമാണ്. എന്നിട്ട് പറഞ്ഞു നമ്മൾ കാൻഡിഡേറ്റ്സ് ആയിട്ടുണ്ടല്ലോ, എനിക്ക് മത്സരിക്കാൻ പറ്റിയില്ല, പക്ഷെ അഞ്ജലി മത്സരിച്ചു. ഞങ്ങൾ ഭരണസമിതിയിലുള്ള 2 പേര് പറഞ്ഞു വരുമ്പോൾ 2020 കാൻഡിഡേറ്റ്സ് ആയിരുന്നെങ്കിലും പറഞ്ഞു വരുമ്പോൾ NDA ആണല്ലോ. അപ്പം ഞങ്ങളും കാശ് മേടിച്ചു. ഇവര് കാശ് മേടിച്ചിട്ട് ഞങ്ങളെയൊക്കെ ഒരു വേറൊരു ലെവലിലാണ് പുള്ളി പറയുന്നത്. അത് റെക്കോർഡുണ്ടല്ലോ. ഏത് കോടതിക്കും പരാതിയുള്ള ആർക്കും ഇതെടുത്ത് പരിശോധിക്കാമല്ലോ. അന്ന് ജനറൽ ബോഡിക്ക് വരാത്തവർക്കും ഇതിനെക്കുറിച്ച് പരിശോധിക്കാമല്ലോ. അപ്പോ ആ പറച്ചിലിൽ ചേച്ചി തകർന്നു തരിപ്പണമായിപ്പോയി. ഒരിക്കലും ഒരാളിൽ നിന്ന്, ഒരു സഹപ്രവർത്തകനിൽ നിന്ന് അവരെ സേവിക്കാൻ അവരുടെയൊക്കെ പേര് ചീത്തപ്പേരായപ്പോൾ ഞങ്ങളെ ഏൽപ്പിച്ചതാണ് ഞങ്ങളുടെ പ്രസ്ഥാനം. അത് നെഞ്ചോട് ചേർത്ത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാം ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെടുത്ത് പറഞ്ഞപ്പോൾ ചേച്ചിക്ക് സഹിക്കാൻ പറ്റിയില്ല. ചേച്ചി രാജിവെക്കുകയാണ്. ചേച്ചി പറഞ്ഞു, ഞാൻ അമ്മയിലെ ഈ നിമിഷം മുതൽ ഞാൻ അമ്മയുടെ മെമ്പർ പോലും അല്ല, ഞാൻ ഈ സ്ഥാനം രാജിവെക്കുകയാണ്. വളരെ ഇമോഷണൽ ആയിട്ട് തന്നെ പുള്ളിക്കാരി കരഞ്ഞ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ചേച്ചി കരഞ്ഞ് ഞാൻ ആദ്യമായിട്ട് കാണും. നമ്മളെല്ലാം തകർന്നു പോയി പുള്ളിക്കാരി കരഞ്ഞപ്പം. ഒരു ആൺകുട്ടിയാണ്, ശ്വേതാ മേനോൻ എന്ന് പറഞ്ഞ ഒരു ആൺകുട്ടിയാണ്, മനസ്സിലായില്ലേ. അപ്പൊ അവര് കരഞ്ഞിട്ട് പറഞ്ഞു, അമ്മയിലെ മെമ്പർഷിപ്പ് പോലും ഞാൻ രാജിവെക്കുകയാണ്, ഞാൻ നിങ്ങളെ കോടതിയിൽ കണ്ടോളാം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവാണ് ചേച്ചി. അത് കഴിഞ്ഞ് പുള്ളിക്കാരി എല്ലാവരും കൂടെ അനുനയിപ്പിച്ച് ഒരു VIP റൂമുണ്ട്, നമ്മളെല്ലാവരുടെ തീരുമാനം എടുക്കാൻ പറഞ്ഞിട്ട് ഞങ്ങളെ രഞ്ജി പണിക്കർ സാറിന്റെ നേതൃത്വത്തിൽ ആ റൂമിലേക്ക് ആക്കി. ആ റൂമിൽ ഞങ്ങൾ ഇരിക്കുന്ന സമയത്താണ് ശ്രീമതി അൻസിബ ഹസന്റെ പ്രസംഗം അവിടെ നടക്കുന്നത്. മനസ്സിലായോ? 15 മിനിറ്റ് ഒരു പ്രസംഗം ഉണ്ടായിരുന്നല്ലോ. 15 മിനിറ്റ് ആണോ 20 മിനിറ്റ്, അവർക്കൊക്കെ ഇഷ്ടം പോലെ സമയം കിട്ടി. എന്നാൽ ഇതിനെക്കുറിച്ച് നമുക്ക് എന്താ പറയാനുള്ളതെന്ന് ആരും പറഞ്ഞിട്ടില്ല. അപ്പോ സിജോയ് വർഗീസ് പ്രസംഗിക്കാനായിട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, നിങ്ങളുടെ പ്രസിഡന്റ് രാജിവെച്ചെടുത്ത് നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ഇറക്കി വിട്ടു. അത് കഴിഞ്ഞപ്പം ശ്വേത ചേച്ചി വന്നു. അപ്പം ഞങ്ങളുടെ തീരുമാനിച്ച അകത്ത് പറഞ്ഞു, ശ്വേത ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ചേച്ചി അങ്ങനെ പറയല്ലേ, നമ്മൾ രാജിവെക്കല്ലേ, നമ്മൾ ഫൈറ്റ് ചെയ്യണം, നമുക്ക് അവിശ്വാസ പ്രമേയത്തിന്റെ വോട്ടെടുപ്പിലേക്ക് പോകാം എന്ന് പറഞ്ഞു. വോട്ടെടുപ്പിൽ എന്ത് വന്നു അതുപോലെ നമുക്ക് തീരുമാനിക്കാന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, നോ, ഐ ഹാവ് 1 ഫാദർ എന്ന് പറഞ്ഞു. തീരുമാനത്തിന് ഇനി മാറ്റില്ല, എനിക്കൊരൊറ്റ അച്ഛനേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് അവിടെ പ്രസംഗം പൊടിപൊടിച്ച് നടക്കുന്നത്. എന്നിട്ടും ചേച്ചി ഇതിന് മറുപടിയായിട്ടോ എന്തോ പറയാൻ വേണ്ടി സ്റ്റേജിൽ കയറിയപ്പോൾ ചേച്ചിയെ നിങ്ങൾ രാജിവെച്ചവരാണ്, നിങ്ങൾ പറയണ്ട എന്ന് പറഞ്ഞു. ഇതാണ് ഉണ്ടായത്. അല്ലാതെ മാല ചേച്ചി പറയുന്നത് പോലെ ഒന്നുമല്ല. അൻസിബ നാളെ ജനറൽ സെക്രട്ടറി ആയിക്കോട്ടെ, അതിന്റെ അടുത്ത പ്രാവശ്യം അൻസിബ പ്രസിഡന്റ് ആയിക്കോട്ടെ, അതിനും ഈ രാജ്യം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആയിക്കോട്ടെ, മന്ത്രി ആയിക്കോട്ടെ, ആരായാലും ഈ അതിൽ ഞങ്ങൾക്ക് യാതൊരു വിരോധവും ഇല്ല. കുട്ടിയുടെ കഴിവായിരിക്കും അത്. പക്ഷെ ഈ കാര്യത്തിൽ ഇതാണ് സംഭവിച്ചത്. ഈ അൻസിബ പറയുന്ന ഓരോ ആരോപണങ്ങളും തെറ്റാണ് എന്ന് തെളിയിക്കാനുള്ള പെൻഡ്രൈവ് അടക്കമുള്ള തെളിവുമായിട്ടാണ് ഞാൻ അവിടെ പോയത്. എനിക്ക് എന്തുകൊണ്ട് മൈക്ക് തന്നില്ല? എന്നോട് എന്തുകൊണ്ട് ആരും ഈ കാര്യങ്ങൾ ചോദിച്ചില്ല? ആദ്യത്തെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കഴിഞ്ഞതിന്റെ പിന്നാലെയാണെന്നാണ് എൻ്റെ ഓർമ്മ. എനിക്ക് തോന്നുന്നു അന്ന് അൻസിബയെ പ്രൊട്ടക്ട് ചെയ്ത ഒരാള്, അൻസിബ അവിടെ വളരെ വൈകാരികമായി പ്രസംഗിച്ച സമയത്ത്
അതിനെ പ്രൊട്ടക്ട് ചെയ്ത ഒരാൾ അന്ന് ഞാനായിരുന്നു. അതിന്റെ പേരിൽ ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നു സത്യം. അല്ലേ? പക്ഷെ ആ അൻസിബ പിന്നെ എങ്ങനെയാണ് പിന്നെ നിങ്ങളുടെ ശത്രുവായി മാറിയെന്ന്? സത്യത്തില് അതിന്റെ കാരണം സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അൻസിബ എന്റെ ശത്രുവായി എന്ന് എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ ജനുവരി 25-ാം തീയതിയാണ്. അതുവരെ ഈ കുട്ടി എന്റെ ശത്രുവാണെന്ന് എനിക്ക് മനസ്സിലായിട്ട് പോലും ഇല്ല സുരേഷ് ഏട്ടാ. അതായത് ഡിസംബർ 10-ാം തീയതി അൻസിബ എനിക്ക് എന്റെ ഫോണിലോട്ടൊരു മെസ്സേജ് അയച്ചു. എനിക്കത് അത്ര നല്ലൊരു മെസ്സേജ് ആയിട്ട് തോന്നിയില്ല, ഒരു നല്ല സെൻസ് ആയിട്ടും എനിക്ക് തോന്നിയില്ല. എന്തായിരുന്നു അതിനകത്തുണ്ടായിരുന്നത്? മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: ലക്ഷ്മി ചേച്ചി ദുബായിൽ പോയപ്പോൾ എന്തെങ്കിലും ഫോട്ടോ എടുത്തിരുന്നോ? എന്റെ ഫ്രണ്ട് RJ സംസാരിച്ചപ്പോൾ ചേച്ചിയുടെ എന്തോ ഒരു ഫോട്ടോയെ പറ്റി പറഞ്ഞു. ഇത്രയേ ഉള്ളൂ മെസ്സേജ്. അപ്പൊ ഞാൻ തിരിച്ചു വെച്ചു, എന്റെ എന്ത് ഫോട്ടോ? അപ്പം അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം അൻസിബ എന്ന ആർട്ടിസ്റ്റിന് അങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യമില്ല. കാരണം ഇപ്പോൾ എൻ്റെ മകളെ പിക്ക് ചെയ്യാനായിട്ട് ഞാൻ ആ റോഡിൽ പോയി നിന്നാലും മിനിമം 5 പേര് എൻ്റെ കൂടെ ഫോട്ടോ എടുക്കും. അത് എന്നോടുള്ള ഇഷ്ടക്കൂടുതലും ഉള്ളൊന്നുമല്ല, എന്നെ കണ്ട് മുഖപരിചയമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ കൂടെ ഒരു 5 പേരെങ്കിലും നിന്ന് സെൽഫി എടുക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ പുറത്തിറങ്ങുമ്പോൾ എപ്പോഴും സാധാരണക്കാരെ പോലും നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത, അതുകൊണ്ട് ഇച്ചിരി വൃത്തിയായിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനൊരു ചോദ്യത്തിന്റെ ആവശ്യമില്ല. ഒന്നത്. 2, എൻ്റെ എന്തോ ഒരു ഫോട്ടോ എന്ന് പറയുമ്പം ഒരിക്കലും അതൊരു നല്ല ഫോട്ടോ ആവാനായിട്ടൊരു ചാൻസ് ഇല്ല. പിന്നെ ഒരു RJ, ഞാൻ പോയത് ഒരു പബ്ലിക് ഫംഗ്ഷൻ അല്ല, ഞാനൊരു പ്രൈവറ്റ് ഫംഗ്ഷൻ ആണ് പോയത്. ആ ഒരു ഫംഗ്ഷനിൽ ഇങ്ങനെ ഈ പറയുന്ന ഒരു RJ അവിടെ വന്നിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് ഡൗട്ട് അടിക്കുമല്ലോ. എനിക്കത് അരുതാത്ത ഒരു മെസ്സേജ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പം എന്താ അൻസിബ, അത് നമ്മൾ ഇവിടെ വെച്ച് ഇത്രയും ഫോട്ടോസ് എടുക്കുന്നെങ്കിൽ ദുബായിൽ പോകുമ്പോൾ നമ്മുടെ അടുത്ത് എയർപോർട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കും, അത് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കും. മലയാളികൾ കണ്ടു കഴിഞ്ഞാൽ അയ്യോ അവർക്കൊരു സന്തോഷമാണ് അല്ലേ? മല്ലികാമ്മ പറയല്ലോ, എനിക്കൊക്കെ ഇത്രയും വയസ്സിൽ നമ്മളെയൊക്കെ പിടിച്ചു നിർത്തി ഫോട്ടോ എടുക്കുമ്പോൾ എന്ത് ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നില്ലേ? നമ്മളെ നിർത്തി ഫോട്ടോ എടുക്കാൻ എടുത്തില്ലെങ്കിൽ അവർ പറയും, പിറ്റേ ദിവസം ഫേസ്ബുക്കിൽ എഴുതും ലക്ഷ്മിപ്രിയ ഭയങ്കര ജാടയാണ്, അങ്ങനെ ഒരാൾ എഴുതിയിട്ടുമുണ്ട്, അതും പറയും. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു ചോദ്യം വന്നു, എനിക്കതൊരു ഓക്വേർഡായിട്ട് തന്നെ തോന്നി. ഞാൻ ചോദിച്ചു, എന്റെ എന്ത് ഫോട്ടോയെ കുറിച്ചാണ് ഈ പറഞ്ഞതെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ചേച്ചി ഞാൻ വിളിക്കാമേ എന്ന് പറഞ്ഞു, എന്നെ വിളിച്ചിട്ടില്ല. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത ദിവസം ഞാൻ മെസ്സേജ് അയച്ചു, അൻസിബ എൻ്റെ എന്ത് ഫോട്ടോയുടെ കാര്യമാണ് മോള് ചോദിച്ചു. ഞാൻ വിളിച്ചു, എടുത്തില്ല, ആ കുട്ടി എടുത്തില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, മോൾ എൻ്റെ എന്ത് ഫോട്ടോയെ കുറിച്ചാണ് പറയുന്നത്? ഞങ്ങളുടെ ഗുരു എന്ന് പറയുന്നത് ഹഗ്ഗിങ് മദറാണ്, മാതാ അമൃതാനന്ദമയി ദേവി ഞങ്ങളുടെ ഗുരുവാണ്. അപ്പോ ഞാനൊരു മനുഷ്യൻ്റെ ഹസ്ബൻഡ് നിന്നാലും ഞാൻ ഒരു പുരുഷനെ ഹഗ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവിന് എനിക്ക് അതൊരു പ്രശ്നമല്ല. എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണെങ്കിൽ ഞാൻ അവരെ ചേർത്ത് നിർത്തി ഫോട്ടോ എടുക്കും. ആദ്യമായിട്ട് കാണുന്ന മനുഷ്യരാണെങ്കിലും ഞാൻ തോളത്ത് കൈവച്ച് ഫോട്ടോ എടുക്കാറുണ്ട്. അതിലെനിക്കൊരു തെറ്റ് തോന്നുന്നില്ല. പിന്നെ എനിക്ക് അത്രയും വേണ്ടപ്പെട്ടൊരു മനുഷ്യനാണെങ്കിൽ സന്തോഷം കൊണ്ട് ഞാൻ കവിളത്തൊരു ഉമ്മ കൊടുക്കും. അതിലൊരു തെറ്റ് പറയാനില്ല. ഇതല്ലാത്ത ഞാൻ ഒരാളുടെ മടിയിലിരിക്കുന്നതോ ഒരാൾക്ക് വാരി കൊടുക്കുന്നതോ ഒരാളുടെ കൂടെ വേറെ എന്തെങ്കിലും ചെയ്യുന്നതോ ആയിട്ടുള്ള ഫോട്ടോസ് കാണില്ല. മോളുടെ ഫ്രണ്ട് RJ കണ്ട ഫോട്ടോ എന്താണെന്ന് മോളൊന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് തന്നെ ആ മെസ്സേജൊക്കെ ഇപ്പോഴും എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്, ടൈമും ഡേറ്റും സഹിതം. അപ്പൊ ആ കുട്ടി വിളിച്ചിട്ട് ആ കുട്ടി പറഞ്ഞു, ചേച്ചി ഞാനൊരു വർക്കിലാണേ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞു. ഓക്കെ, രാത്രി 11:30 മണിക്കാണ്. ഓക്കെ എന്ന് പറഞ്ഞു, വിളിക്കുന്നില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ പിന്നെ IFFKയുടെ ഡിന്നറിന് വേണ്ടിയിട്ട് ട്രിവാൻഡ്രത്ത് പോകുന്നു. ട്രിവാൻഡ്രത്ത് വെച്ച് ഈ കുട്ടിയെ കാണുന്നുണ്ട്. ഞാൻ ഇവൾക്ക് ദുബായിൽ നിന്ന് നല്ല വില പിടിപ്പുള്ള ഒരു വാച്ച് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു, ഇത് ഗിഫ്റ്റായിട്ട് കൊണ്ട് കൊടുത്തു. അപ്പോൾ ഇവള് പറഞ്ഞു റൂമിൽ വരാൻ സംസാരിക്കാമെന്ന് പറഞ്ഞു, വന്നിട്ടില്ല. ഞാൻ റൂമിലേക്ക് വിളിച്ചപ്പോൾ തലവേദനയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അപ്പോൾ താഴെ വന്നപ്പോൾ അവൾക്ക് തലവേദന ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പം എനിക്ക് തോന്നി ഈ കുട്ടി എന്നിൽ നിന്ന് എന്തോ ഡിറ്റാച്ച്ഡ് ആവുന്നുണ്ടല്ലോ എന്ന് തോന്നി. IFFKയുടെ ഡിന്നർ ആരാ ആങ്കർ ചെയ്തതെന്ന് സുരേഷ് ചേട്ടൻ അറിയാമോ? അൻസിബയാണ് IFFKയുടെ ഡിന്നർ ആങ്കർ ചെയ്തത്. എന്നിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു IFFKയുടെ ഡിന്നറിന് മദ്യം വിളമ്പി എന്ന് പറഞ്ഞല്ലോ ഞങ്ങളുടെ ഏതോ ഒരു അംഗം ആരോപിച്ചു. അപ്പൊ അത് ആങ്കർ ചെയ്ത വ്യക്തി എന്ന നിലയിൽ അൻസിബ എന്താ അത് തിരുത്താഞ്ഞത്? എന്താ IFFKയില് ഡിന്നറിൽ മദ്യം വിളമ്പിയിട്ടില്ല എന്ന് പറയാൻ എന്തുകൊണ്ട് അൻസിബയ്ക്ക് കഴിഞ്ഞിട്ടില്ല? അപ്പോൾ ഒരുപാട് ആണികൾ അടിക്കുന്നുണ്ട്, അതും കൂടെ അങ്ങ് ഇരുന്നോട്ടെ എന്നോർത്തിട്ട് ആ കുട്ടി എന്തുകൊണ്ട് സൈലന്റ് ആയി? അപ്പോ അവിടെ വെച്ച് കണ്ടു, എന്നോട് വലിയൊരു അടുപ്പമൊന്നും കാണിക്കുന്നില്ല. അപ്പൊ കുക്കു ചേച്ചി ചെയർമാൻ ആയല്ലോ. അപ്പൊ കുക്കു ചേച്ചിയൊക്കെ ആയിട്ട്, കുക്കു ചേച്ചിനൊന്നും അവൾക്ക് കണ്ടുകൂടാത്ത ആള് കുക്കു ചേച്ചിയായിട്ട് ഭയങ്കര സന്തോഷമായിട്ട് സ്നേഹമായിട്ടൊക്കെ കാണിക്കുന്നു. ഞാനൊന്നും മിണ്ടിയില്ല, ഇങ്ങോട്ട് പോരുന്നു. പിന്നെ ഈ അഴിമതി ഇന്നത്തെ ഒരു ചാനലിലും കണ്ടു. ഈ അഴിമതി പറഞ്ഞവര് ഇവിടുന്ന് തിരുവനന്തപുരം വരെ പോയിട്ട് വരാനായിട്ട് 18,000 രൂപയാ കാറിന്റെ റെന്റ് ആയിരിക്കുന്നത്. അത് എന്റെ ഫോണിൽ കിടപ്പുണ്ട്, പൈസ അയച്ചു കൊടുത്തതിന്റെ. അതും നമ്മൾ പറയണം. ഈ തിരുവനന്തപുരം വരെ പോയതിന്റെ. അൻസിബയും 3 പേർക്ക്, അൻസിബ, നീന കുറുപ്പ്, ആശ അരവിന്ദ്,
ഞാൻ ട്രെയിൻ എടുത്ത് ആദ്യം ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. കാറിൽ പോകാന്നൊരു അഭിപ്രായം വന്നപ്പോഴത്തേനും സമയത്തിന്റെ പ്രശ്നം കൊണ്ട് പിന്നെ ഞാനത് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് എന്നെ കൊണ്ട് കാറിൽ വരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു. ഇവരുടെ വണ്ടി വെളുപ്പിനെ 2 മണിക്കേ പോകുന്നു എന്ന് പറഞ്ഞപ്പം അത്രയും ഏർലിയർ ആയിട്ട് എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പോയില്ല. അപ്പം പിന്നെ ഇവര് 3 പേർക്ക് അപ്പ് ആൻഡ് ഡൗൺ കാറിൽ പോയി വരാനായിട്ട് അവർ 18,000 രൂപയാണ് എടുത്തത്. ചാരിറ്റി അസോസിയേഷൻ അല്ലേ, എന്തുകൊണ്ട് ഇവർ ഞാൻ പോയ പോലെ ട്രെയിനിൽ പോയില്ല, എന്തുകൊണ്ട് അത് കട്ട് ചെയ്തില്ല? അപ്പൊ ചോദ്യങ്ങളൊക്കെ നമ്മുടെ കയ്യിലും ഉണ്ട്. പക്ഷെ ഫേസ് ടു ഫേസ് അത് കേൾക്കാനായിട്ട് ആരെങ്കിലും ഒക്കെ ഇരിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇവള് കുറച്ച് ഡിറ്റാച്ച്ഡ് ആയെന്ന് മനസ്സിലായി. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് ഒരു ദിവസം വളരെ യാദൃച്ഛികമായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ലക്ഷ്മി ഏത് ഫോട്ടോയുടെ കാര്യമാണ് അൻസിബയുടെ അടുത്ത് പറഞ്ഞത്, ഏത് ഫോട്ടോയുടെ കാര്യം, എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ജയ്ഷേട്ടാ, ഈ കുട്ടി ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചു എന്ന് പറഞ്ഞു. അതെന്താ ലക്ഷ്മി അപ്പൊ ചോദിക്കാത്തത്? ഞാൻ പല ആവർത്തി ചോദിച്ചിരുന്നില്ല. അപ്പൊ ആ പ്രാവശ്യം എന്ന് വെച്ചാൽ ഞാൻ സുരേഷ് ചേട്ടന് ഓർമ്മയുണ്ടോ, ഇൻഡിഗോയുടെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയി, 480 ഫ്ലൈറ്റ് ക്യാൻസൽ ആയിട്ട് ഞാൻ ദുബായിൽ പെട്ടുപോയ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എനിക്ക് എക്സിറ്റ് അടിച്ചു, അത് തന്നെ എക്സിറ്റ് വിസ അടിച്ചു. എക്സിറ്റ് അടിച്ചിട്ട് പിന്നെ ഇല്ലത്തുനിന്ന് ഇറങ്ങുകയും ചെയ്തു, അമ്മാത്തോട്ട് കയറാനും പറ്റാത്ത അവസ്ഥ. അപ്പം അതിന് തൊട്ട് മുന്നേ ഞാനും ഇവിടുത്തെ ഒരു നടി, മലയാളത്തിൽ അഭിനയിക്കുന്ന ഒരു കുട്ടിയും കൂടെയാണ് പോയത്. അങ്ങനെ 2 ട്രിപ്പ് ഉണ്ട്. ഇതിൽ ഏത് ട്രിപ്പിനെ കുറിച്ച് ഈ കൊച്ചു ചോദിക്കുന്നതെന്ന് പോലും എനിക്ക് സത്യത്തിൽ മനസ്സിലായിട്ടില്ല. അപ്പം പിന്നെ ആ സമയത്തെന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റ് ആയിട്ട് ഇവിടെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എയർപോർട്ടിൽ പെട്ടു, 22 മണിക്കൂർ ഇരുന്നു, പിന്നെ ദേഹമൊക്കെ പൊട്ടിയിട്ടാണ് നമ്മൾ റൂമിൽ പോകുന്നത്. ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം ജയ്ഷേട്ടൻ എന്തോ ഒരു മനസ്സിലൊരു വിഷമം പോലെ, എനിക്ക് അവിടെ എന്തോ സംഭവിച്ചോ, എന്നെ ആരെങ്കിലും ഉപദ്രവിച്ചോ, എനിക്ക് എന്തെങ്കിലും ഇത് പറ്റിയോ, എന്നിട്ട് ഞാൻ എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നതാണോ എന്നൊക്കെ ഓർത്ത് ജയ്ഷേട്ടൻ എന്തോ ഭയങ്കര ഒരു വെപ്രാളം, ഭയങ്കര ടെൻഷൻ ആവാൻ തുടങ്ങി. ഇങ്ങനെ 1ഉം 2ഉമായിട്ട് ഇവിടെ സംസാരം തുടങ്ങി. അപ്പം ഞാൻ ഈ കുട്ടിയെ പിന്നെ നമ്മുടെ ശ്രീനിയേട്ടൻ മരിച്ച സമയത്ത് അവളെ അവിടെ വെച്ച് കാണുന്നുണ്ട്. ഞാൻ ഈ കുഞ്ഞിനോട് ചോദിക്കുന്നു, മോളെ എന്താണ് നിന്റെ ഫ്രണ്ട് ഇനി എന്ത് വീഡിയോ കണ്ടെന്ന് പറഞ്ഞാലും ഫോട്ടോ കണ്ടെന്ന് പറഞ്ഞാലും നീ അതിങ്ങി അയച്ചതാ, നീ ഒന്ന് ജയ്ഷേട്ടനോട് സംസാരിക്കുക, ഈ വഴി കൂടെ അല്ലേ പോകുന്നത്, മോളൊന്ന് വന്ന് ചേട്ടനോടൊന്ന് സംസാരിക്കുക. ഞാൻ വരാൻ ചേച്ചി എന്ന് പറഞ്ഞു. അയ്യോ ചേട്ടൻ ആ മെസ്സേജ് കണ്ടോ, ചേച്ചി എന്താ ഡിലീറ്റ് ചെയ്യാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ എന്തിനാ ഡിലീറ്റ് ചെയ്യുന്നത്, നീ ചോദിച്ചത് എനിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല, എന്താ കാര്യം എന്നൊന്ന് പറ എന്ന് പറഞ്ഞപ്പം പറയാമേ വരാമേ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് പിന്നീട് എനിക്ക് മനസ്സിലായി ഈ കുട്ടിക്ക് എന്നോട് എന്തോ ഒരു വ്യക്തിവിരോധം ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി കഴിഞ്ഞിട്ട് ഞാനത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ ജനുവരി 22-ാം തീയതി ആയപ്പോഴത്തേക്കും വീണ്ടും അതേ ചൊല്ലി ഇവിടെ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളായപ്പം എനിക്ക് വേറെ ഒരു നിവർത്തിയില്ലാത്തതിന്റെ പേരിലാണ് ഞാൻ ഹിൽ പാലസ് സ്റ്റേഷൻ എവിടെയാന്ന് പോലും എനിക്കറിയില്ല. നമ്മൾ ഈ വീട് വാങ്ങിയിട്ട് ഇപ്പോൾ 1 വർഷമേ ആയിട്ടുള്ളൂ. എനിക്ക് എവിടെയാ പോണ്ടേന്ന് പോലും അറിയില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് 4 വരിയിലേ ഞാൻ പരാതി എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ സുരേഷ് ഏട്ടാ. ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു ഫോട്ടോയുടെ കാര്യം പറഞ്ഞിട്ട് എൻ്റെ വീട്ടിലും കൂടെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. ഇത് എൻ്റെ ഹസ്ബൻഡിനെയും ആ കുട്ടിയെ ഇരുത്തിയിട്ട് ഈ കുട്ടി കണ്ടത് എന്തും ആയിക്കോട്ടെ അതൊന്ന് തുറന്ന് പറയണം. എനിക്കും അത് അറിയണം, എന്താണ് എന്നെക്കുറിച്ചുള്ള ഫോട്ടോ എന്ന് എനിക്കറിയണ്ടേ. ഇത്രേ ഞാൻ അതിനകത്ത് പരാതിയിൽ എഴുതിയിട്ടുള്ളൂ. അല്ലാണ്ട് ആ കുട്ടിയെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല, അതിന് വിഷമമാകുന്നോ ദോഷമാകുന്ന വിധത്തിൽ ഒന്നും എഴുതിയിട്ടില്ല. ഓക്കെ, ഇതിന്റെ ഫസ്റ്റ് പാർട്ട് അവിടെ കഴിയുന്നു. ജനുവരി 25-ാം തീയതി ആയപ്പോൾ എനിക്കൊന്ന് സ്റ്റേഷനിൽ നിന്ന് ആ കുട്ടിയെ വിളിപ്പിക്കുകയോ എന്തോ ചെയ്തിട്ടുണ്ട്. ആ വിളിപ്പിച്ച സമയത്ത് ഈ കുട്ടി ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഗ്രൂപ്പിലേക്ക് ഒരു ഇമെയിൽ ആയിട്ട് അയച്ചത്, അതായത് അമ്മയിലേക്ക് പരാതിയായിട്ട് അയച്ചത് ഈ കുട്ടി ഗ്രൂപ്പിലും പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് അത് ഇങ്ങനെയാണ്, ഇംഗ്ലീഷിലാണ് മെയില് പറഞ്ഞിരിക്കുന്നത്. ഈ ക്ഷേത്ര ഫണ്ട് ഉണ്ടല്ലോ, നമ്മുടെ കുടുംബസംഗമം നടക്കാനിരിക്കുകയാണ്, ഫെബ്രുവരിയിലാണല്ലോ കുടുംബസംഗമം. അപ്പൊ ഈ ഫണ്ടിനെ ഒപ്പോസ് ചെയ്തതുകൊണ്ട് ശ്വേതാ മേനോൻ എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രസിഡന്റും ഞാനും പിന്നെ ക്ഷേത്ര കമ്മിറ്റിക്കാരും പാർട്ടിക്കാരും BJPയുടെ പാർട്ടിക്കാരും കൂടെ ചേർന്നിട്ട് ഈ കുട്ടിക്കെതിരെ കള്ളക്കേസ് കൊടുത്തിരിക്കുകയാണ്. അമ്മ ഒരു കമ്മീഷനെ വെച്ചിട്ട് അത് അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് മെയിൽ അയക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേന് അതിന്റെ താഴെയായിട്ട് ഇവള് ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, എന്താണ് മതചിഹ്നം ഇവിടെ വരാൻ പാടില്ല, മറ്റേത് പാടില്ല, മറിച്ചിട്ട് ഇങ്ങനെ ഘോരം ഭയങ്കര മെസ്സേജ്. അപ്പം ഈ മെസ്സേജ് ഒക്കെ വായിക്കും, വർഗീയത, തീവ്രവാദം ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം ഈ കുട്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാനല്ല, ടിനിയല്ല, ശ്വേതാ മേനോനല്ല, ഞങ്ങൾ ആരുമല്ല പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ അങ്ങ് മെസ്സേജ് ആയപ്പോൾ ഞാൻ പറഞ്ഞു, അതിന്റെ താഴെ വന്നിട്ട് ഞാൻ മെസ്സേജ് ചെയ്തു. ഞാനിപ്പോൾ ഡൽഹി നിൽക്കുക. ഞാൻ ഇങ്ങനെ മെസ്സേജ് അയച്ചു, മോളെ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടേ ഉള്ളൂ, അപ്പൊ ഇങ്ങനെ എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല കറക്റ്റായിട്ട്, ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ മെസ്സേജ് അയച്ചു, മോളെ ഈ മോള് പറഞ്ഞിരിക്കുന്ന ഈ വാക്കുകളൊക്കെ സമൂഹത്തിൽ വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന വാക്കുകളാണ്. അതുകൊണ്ട് മോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയരുത്. ഇതിൽ നീ ഈ ആരോപിച്ചിരിക്കുന്ന ഒരു കാര്യം പോലും ഇല്ല. ഞാൻ 4 വരിയിലാണ് പരാതി എഴുതിയിട്ടുള്ളത്. നീ ഒരു കാര്യം ചെയ്യൂ, ഒരു കംപ്ലൈന്റ് നമുക്കെതിരെ വരുമ്പോൾ
വീട്ടുകാരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് സ്റ്റേഷനിൽ വന്നിട്ട് ചോദിക്കണം എന്താ ഉണ്ടായത് എന്ന് ചോദിക്കണം. അല്ലെങ്കിൽ നിനക്ക് എന്നെ തന്നെ ഒന്ന് വിളിച്ച് ചോദിക്കാലോ, ചേച്ചി എനിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ടോ എന്താന്ന് ചോദിക്കാലോ. അതിന് പകരം മോൾ ഇങ്ങനെ അല്ല ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ അടിയിൽ മെസ്സേജ് ഇട്ടു. നേരെ മറിച്ച് പറയാണ്, ശ്വേത ചേച്ചി, ലക്ഷ്മി ചേച്ചി എനിക്കെതിരെ ഒരു പരാതി കൊടുത്തു. വിളി വളഞ്ഞു മൂക്കേ ചുറ്റാതെ ലക്ഷ്മി ചേച്ചി എനിക്കെതിരെ ഒരു പരാതി കൊടുത്തിരിക്കുന്നു. ശ്വേത ചേച്ചി ഒന്ന് ലക്ഷ്മി ചേച്ചിയെ വിളിച്ച് അന്വേഷിക്കണം, എനിക്ക് സ്റ്റേഷനിലൊന്നും പോകാൻ വയ്യ, ഞങ്ങൾ തമ്മിൽ ഇരുന്ന് അത് പറഞ്ഞങ്ങ് തീർക്കാം എന്നൊരു വാക്കല്ല അൻസിബ പറയുന്നത്. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഹോട്ടലിലേക്ക് വരുന്നു. ഹോട്ടലിൽ വിളിച്ചിട്ട് ശ്വേത ചേച്ചിയെ ഹോട്ടലിൽ എത്തിക്കണ്ട് ചേച്ചിയെ വിളിച്ചിട്ട് ഞാൻ കാര്യം പറയുന്നു, ചേച്ചി ഇതെന്റെ കുടുംബ പ്രശ്നമാണ്. അവിടുത്തെ അവസ്ഥ അറിയാലോ, നമ്മൾ ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എന്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാലും അടുത്ത മിനിറ്റിൽ അത് ഹൈദരാലി ചേട്ടന്റെ യൂട്യൂബിൽ വരും അല്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്ക് ഈ മാനാഭിമാനം എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇത് ഡിസ്കസ് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല ചേച്ചി, ഇത് ഞങ്ങൾ രണ്ടുപേരും പേഴ്സണൽ കാര്യമല്ലേ, ഞങ്ങൾ തീർത്തോളം. അതിന്റെ സീരിയസ്നെസ് ഒക്കെ ഞാൻ ചേച്ചിക്ക് പറഞ്ഞ് മനസ്സിലാക്കി. അപ്പൊ ചേച്ചി പറഞ്ഞു ഇല്ലടാ ഞാൻ ഇതിലൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ തീർത്തോളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ശ്വേത ചേച്ചി പറഞ്ഞത് ഇത് നിങ്ങളുടെ വ്യക്തിപരമായ പ്രശ്നമല്ലേ, നിങ്ങൾ രണ്ടുപേരും കൂടെ തീർക്കുന്നു. നേരെ മറിച്ച് ശ്വേത ചേച്ചി ഇതൊന്ന് പരിഹരിക്കണം, ചേച്ചി ലക്ഷ്മി ചേച്ചിയെ വിളിച്ച് ചോദിക്കണം, ഞാനും വരാം, നമുക്കിരുന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ 1000% ശ്വേത ചേച്ചി ഇരിക്കുമായിരുന്നു. കാരണം ഡേ 1 തൊട്ടിട്ട് അൻസിബയുടെ എല്ലാ പ്രശ്നങ്ങളിലും നമ്മൾ ഇടപെട്ടിട്ടുണ്ട്. ജോയിന്റ് സെക്രട്ടറി ആയിരിക്കും ഫസ്റ്റ് ഡേ അവിടെ കലാപം ഉണ്ടാക്കിയ വ്യക്തി അൻസിബയാണ്. ഈസിയുടെ മിനിറ്റ്സ് നിങ്ങൾ പരിശോധിച്ച് നോക്കട്ടെ, ഈസിയുടെ മിനിറ്റ്സ് റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ, അവിടെ വോയിസ് റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. ഈ കുട്ടിയെ നിങ്ങൾ നല്ലതൊക്കെ പറഞ്ഞോളൂ, ഒക്കെ ശരിയാണ്, പക്ഷെ ഈ കുട്ടി ചെയ്ത കാര്യങ്ങളും കൂടെ നിങ്ങൾ അറിയണ്ടേ. അപ്പൊ അത് നിങ്ങളൊന്ന് കേട്ടു നോക്കണം. ആദ്യമേ തന്നെ 2 എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്കെതിരെ വലിയ ആരോപണം കൊണ്ടാണ് ഈ കുട്ടി വരുന്നത്. അത് ഈ കുട്ടി കേട്ടിട്ടില്ല, വേറൊരാളോട് പറഞ്ഞു. ഹിയർസേ ആണ്, എല്ലാത്തിലും ഹിയർസേ ആണ്. ആ പറയപ്പെട്ടു എന്ന് പറഞ്ഞ കുട്ടീനെ പിറ്റേ കമ്മിറ്റിയിൽ ശ്വേത ചേച്ചി അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ അൻസിബയുടെ എന്തൊക്കെ കാര്യം നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്. അപ്പം ഈ രീതിയിൽ പറഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ശ്വേതാ മേനോൻ എന്ന് പറയുന്ന പ്രസിഡന്റ് അത് പരിഹരിക്കുമായിരുന്നു. അതിന് പകരം ഇങ്ങനെയാണ് പറഞ്ഞത്. അൻസിബ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്, എന്നെ കേൾക്കാൻ അമ്മ തയ്യാറായില്ല എന്ന് അവരൊരു പരാതി പറയുന്നുണ്ട്, ശരിയാണോ? ചേട്ടാ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ചേട്ടന് മനസ്സിലായില്ലേ, ഒരാളെ കേൾക്കണമെങ്കിൽ എന്താണ് ശ്വേതാ മേനോനും ചേർന്ന് കള്ളപ്പരാതി കൊടുത്തു, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് അൻസിബയുടെ പോയിന്റ് വാലിഡ് ആവുന്നത്? എങ്ങനെയാണ്? ഇതിനു മുൻപ് അൻസിബയുടെ ഓരോ പ്രശ്നങ്ങളും കേട്ടിട്ടുണ്ട്, അത് പരിഹരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇല്ലാത്തൊരു കാര്യമല്ലേ. ഈ കുട്ടി പറഞ്ഞിരിക്കുന്ന മുഴുവനും അവളുടെ ഭാവനയല്ലേ, അവളുടെ തെറ്റിദ്ധാരണയല്ലേ. അത് പിൻവലിക്കില്ലേ? അതായത് ജനുവരി 30-ാം തീയതി, ജനുവരി 22-ാം തീയതിയാണ് ഞാൻ പരാതി കൊടുക്കുന്നത്. ജനുവരി 30-ാം തീയതി അൻസിബ സ്റ്റേഷനിൽ വന്നു. സ്റ്റേഷനിൽ വന്നത് പറഞ്ഞ സമയത്തിനെക്കാട്ടിലും അരമണിക്കൂർ മുന്നേ. ഈ 2 മണിക്കൂർ ഹരാസ്മെന്റ് ഒന്നും നടന്നിട്ടില്ല. പിന്നെ ഒരു കാര്യം ഞാൻ എല്ലാ പ്രേക്ഷകരോടും റിക്വസ്റ്റ് ചെയ്യുന്നതാണ്, ഞാൻ ഈ മലയാള ഭാഷയിൽ ഈ മലയാളം മീഡിയത്തിൽ പഠിച്ച എൻ്റെ ചിറ്റപ്പൻ, എന്നെ വളർത്തിയ വ്യക്തി ഒരു മലയാളം അധ്യാപകനായിരുന്നു. അതുകൂടാതെ ഈ പുസ്തകങ്ങളോടുള്ള ഇഷ്ടം ഇതൊക്കെ കൊണ്ട് ഞാൻ ഇങ്ങനെ, പിന്നെ നമ്മുടെ ഭാഗത്ത് കള്ളത്തരവും ഇല്ല, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നതൊക്കെ ഭയങ്കര ഷാർപ്പായിട്ടാണ് സംസാരിക്കുന്നത്. എൻ്റെ ഭാഗത്ത് കള്ളത്തരം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പോളിഷ്ഡ് ആയിട്ട് സംസാരിക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എൻ്റെ സംസാര രീതിയിൽ ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ എന്തോ ഭയങ്കര ഒരു വലിയ മോശത്തരം ചെയ്യുന്ന വ്യക്തിയും മറ്റുള്ളവരൊക്കെ നല്ലതാണെന്ന് വിചാരിക്കുന്നുണ്ട്. ഇത് എൻ്റെ രീതി ഇങ്ങനെയാണ്. ഞാൻ ഇങ്ങനെയല്ലേ എപ്പോഴും സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് ഉറച്ച ശബ്ദത്തിലാണ്, സത്യം മാത്രമാണ് ഞാൻ പറയുന്നത്, തെളിവില്ലാത്തൊരു കാര്യങ്ങളും ഞാൻ പറയില്ല. ഇതാണ് ഇതിന്റെ സത്യം. അപ്പൊ അതിന് എൻ്റെ ശബ്ദത്തിനെ വെച്ചിട്ട് നിങ്ങൾ എന്നെ വ്യാഖ്യാനിക്കരുതെന്നൊരു റിക്വസ്റ്റും കൂടിയുണ്ട്. അപ്പൊ ഇതിലേക്ക് വന്നാൽ ഈ കുട്ടി പിന്നെ രാവിലെ 11 മണിക്ക് എത്താനായിട്ട് പറയുന്നു. ഈ കുട്ടി 10:30 ആയപ്പോഴത്തേക്ക് അവിടെ വരുന്നു. ഞാൻ പക്ഷെ 11:20 ചെന്നത്. ഞാൻ അവിടെ മോളെ ഡോക്ടറെ കാണിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ടല്ല, അതിൻ്റെ ഇടയ്ക്കൊന്നും തന്നെ 11:20 ആയപ്പോൾ അതിന് പനിയായിരുന്നു കുഞ്ഞിന്. ഞങ്ങൾ 11:20 അവിടെ എത്തിയപ്പോൾ അൻസിബയുടെ കൂടെ മിഥിലാജ് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനും വേറൊരു എനിക്ക് അറിയാത്ത ഒരു മനുഷ്യനും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ SI വേറൊരു പരാതി കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ഒരു മാനസിക ദൗർബല്യമുള്ള ഒരു കൊച്ചിന്റെ പരാതി കേൾക്കായിരുന്നു. അതിന്റെ പേരൻസും ഉണ്ട്. അപ്പൊ അതിനെ അങ്ങനെ അവിടെ നിർത്താനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യം അല്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ അകത്തോട്ട് കയറ്റിയത്. അപ്പോൾ റൈറ്ററുടെ അടുത്തായിട്ട് ഒരു പഴയ കസേര ഉണ്ടായിരുന്നു, അവിടെ ഞാനിരുന്നു. ഈ കൊച്ച് താഴെ എല്ലാവർക്കും ഉള്ള കസേരയിൽ ആ കുഞ്ഞ് അവിടെ ഇരുന്നു, അൻസിബ അവിടെ ഇരുന്നു. അപ്പൊ എനിക്ക് കാണാം ഇവർ വർത്താനം പറയുന്നതും ചിരിക്കുന്നതും മിണ്ടുന്നതും ഒക്കെ എനിക്ക് കാണാം. ഞാൻ ഇവിടെ അകത്ത് ഇങ്ങനെ ഇരുന്നു. അപ്പം
അകത്ത് ഞാൻ ഇരിക്കാൻ കാരണം കുഞ്ഞകത്തോട്ട് കയറിയിട്ടാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. അപ്പോൾ 12 മണി കഴിഞ്ഞപ്പോഴത്തേന് ഞങ്ങൾ അകത്തേക്ക് വിളിക്കുന്നു. ഒരു 20 മിനിറ്റോളം സംസാരിച്ചു SI. അതിൽ തന്നെ SIക്ക് മനസ്സിലായി ഈ കുട്ടി പറയുന്നതൊക്കെ കള്ളമാണെന്ന് മനസ്സിലായി. ഈ കുട്ടി ലാസ്റ്റ് അങ്ങനെ ഒരു RJ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് RJയുടെ പേര് പറയുന്നില്ല. എവിടെയാണ് ഈ ഫോട്ടോ എടുത്തതെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് പറയാനില്ല. ഏത് ഫോട്ടോയാണ് കണ്ടതെന്ന് വെച്ചാൽ ഒന്നും പറയാനില്ല. ലാസ്റ്റ് പറഞ്ഞത് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, വീഡിയോ, അതിനെക്കുറിച്ചാണെന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഞാനും വേറൊരു ആർട്ടിസ്റ്റും കൂടി പോയെന്ന് പറഞ്ഞില്ലോ, ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ് പറയുന്നതെന്ന്. അത് ഇപ്പൊ യൂട്യൂബ് വീഡിയോസിലൊക്കെ ഭയങ്കര അപമാനിച്ചുകൊണ്ട് ഞാൻ ഏതോ ബാറിന്റെ ഉദ്ഘാടനത്തിന്, ഞാൻ ബാറിന്റെ ഉദ്ഘാടനത്തിന് ഒന്നുമല്ല പോയത്, ബാറിന്റെ ഉദ്ഘാടനത്തിന് പോകുന്ന വ്യക്തിയുമല്ല ഞാൻ, ആ കാശും എനിക്കൊണ്ട് വേണ്ട. എൻ്റെ കസിൻ സിസ്റ്റർ, എൻ്റെ ഹസ്ബൻഡിന്റെ കസിൻ സിസ്റ്റർ സ്മിത ചേച്ചി ഓർഗനൈസ് ചെയ്ത ഒരു പ്രോഗ്രാമിൽ, സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു 250 സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനാണ് ഞാനും ആ ആർട്ടിസ്റ്റും പോയത്. അതിനുശേഷം ഞങ്ങൾക്ക് ഇവരൊരു ഡിന്നർ അറേഞ്ച് ചെയ്തിരുന്നു. ഈ ഡിന്നർ എന്ന് വെച്ചാൽ ചേച്ചിയും ചേച്ചിയുടെ സുഹൃത്തുക്കൾ, ചേച്ചിയുടെ ഹസ്ബൻഡ്, ചേച്ചിയുടെ മകൻ, ഞാൻ, നമ്മുടെ ലളിതകലാ അക്കാദമിയുടെ മുൻ ചെയർമാനായിരുന്ന സുരേഷ് സോമസാറ്, ഇങ്ങനെ കുറേ അധികം പേരുണ്ട്. അപ്പോൾ സുരേഷ് സാറിന് നല്ല കൊട്ടും നാടൻ പാട്ടും ഒക്കെ കേട്ടപ്പോൾ എന്നോട് പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പാടാനൊന്നും അറിയില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് താടക എന്ന രാജകുമാരി, വിന്ധ്യശൈലത്തിന്റെ താഴ്വരയിൽ നിന്നുള്ള കവിത ഞാൻ അവിടെ പോയി നിന്ന് ചൊല്ലി. ഇതല്ലാതെ ഞാൻ മദ്യപിക്കുകയോ, ഞാൻ ബോധം കെടുകയോ, ഞാൻ ഡാൻസ് ചെയ്യുകയോ, ഞാൻ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ അവർ കാണിക്കട്ടെ. യൂട്യൂബേഴ്സിനെയാണ് ഞാൻ പറയുന്നത്, അങ്ങനെ ഉണ്ടെങ്കിൽ അത് കാണിക്കട്ടെ. കാണിക്കാൻ ആർക്കും പറ്റിയിട്ടില്ലല്ലോ ഈ നിമിഷം വരെ. ഇത്രയും അലിഗേഷൻസ് പറയുമ്പോൾ അത് കാണിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോയെ കുറിച്ചാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ആ വീഡിയോ എടുത്തിട്ട് പോലീസിന് ഇവർക്കൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് എന്താ മോശമായിട്ടുള്ളത്? ഇതിനെപ്പറ്റി വീഡിയോ എടുത്തോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തോ എന്ന് ചോദിക്കാനും മാത്രം ഒന്നും ഇല്ലല്ലോ. ഇതൊരു പബ്ലിക് ഡോക്യുമെന്റ് ആയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്ന ഒരു കാര്യമല്ലേ. ഇതിനെക്കുറിച്ച് ഇത് എത്ര ചോദിക്കാനുള്ളത് എന്താ? അപ്പം ഇതല്ല എന്താന്നുള്ളത് പറയുന്നില്ല. ഒരു 20 മിനിറ്റ് ഒക്കെ സംസാരിച്ചപ്പോഴത്തേനും SIക്ക് മനസ്സിലായി ഇതിനകത്തൊന്നും ഇനി കിട്ടാനില്ല എന്ന് മനസ്സിലായി. ജയശേട്ടനെ ഫോൺ വിളിച്ചു. 35 മിനിറ്റ് 20 സെക്കൻഡും ജയശേട്ടനും ഞാനും SIയും അൻസിബയും കൂടി സംസാരിച്ചു. ആ ഓഡിയോ മെസ്സേജ് കേൾക്കുന്ന ആരും പറയില്ല അവിടെ അൻസിബ ഹരാസ് ചെയ്യപ്പെട്ടു എന്ന് ഒരിക്കലും പറയില്ല. കാരണം ഏറ്റവും ശബ്ദത്തിൽ ഷൗട്ട് ചെയ്ത് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗിൽ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേപോലെ സംസാരിച്ചിരിക്കുന്ന വ്യക്തി അൻസിബ ഹസനാണ്. ഏറ്റവും ഉറക്കെ ഷൗട്ട് ചെയ്തിരിക്കുന്ന വ്യക്തി അൻസിബ ഹസനാണ്. ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു, ഞാൻ എഴുതി തരണോ, ഇതെല്ലാം ചോദിക്കുന്ന അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട കമ്മീഷണർ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും DGPക്കും എല്ലാം കൊടുത്ത പരാതി കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷിച്ചിട്ട് പോലും ഇങ്ങനെ ഒരു കാര്യം അവിടെ നടന്നിട്ടില്ല എന്ന് പോലീസ് റിപ്പോർട്ട് എഴുതിയത് വെറുതെ അല്ല, ആ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. മനസ്സിലായോ? അപ്പോൾ ഈ കുട്ടി പറഞ്ഞു കൊടുത്ത വാക്കുകൾ വെച്ചിട്ട് SI അതിന്റെ സ്റ്റേഷൻ റിപ്പോർട്ട് തയ്യാറാക്കി 1:16 ഞാൻ അതിന്റെ ഫോട്ടോ എടുത്തു. ഇത് കേസ് അവസാനിക്കുമ്പോഴാണല്ലോ ഫോട്ടോ എടുക്കുന്നത്. 12 മണിക്ക് ശേഷം അകത്ത് കയറിയ വ്യക്തികൾ പിന്നെ എങ്ങനെയാണ് 3 മണിക്കൂർ പീഡിപ്പിക്കപ്പെടുന്നത്? എങ്ങനെയാണ്? 1:16 ഈ ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഞാൻ സുരേഷ് ചേട്ടൻ ആരാൻ? സുരേഷ് ചേട്ടൻ ഈ ചാനലിൽ കൂടെ പുറത്തേക്ക് കാണിച്ചോളൂ. ഞാൻ പറയുന്ന ഒരു കാര്യത്തിനും തെളിവില്ലാതെ ഞാൻ പറയില്ല. ഈ തെളിവുകളെല്ലാം കൊണ്ടാണ് ഞാൻ അമ്മയുടെ ജനറൽ ബോഡിക്ക് പോയത്. ഈ തെളിവുകൾ അടക്കം എല്ലാം നമ്മൾ കമ്മീഷണർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജാതി, മതം, വർഗീയത, ജിഹാദ്, ഇത് മുഴുവനും ഈ ക്ഷേത്ര ഫണ്ടിന്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ള വ്യക്തി അൻസിബ ഹസനാണ്. എന്റെ പേര് അൻസിബ ഹസൻ എന്നായത് കൊണ്ട് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന മെസ്സേജ് ഉണ്ട്. വോയിസ് റെക്കോർഡാണ് അൻസിബയുടെ, എഴുതിയിട്ട മെസ്സേജ് അല്ല. അന്ന് ആ കുട്ടി എന്ത് പറഞ്ഞു അത് തന്നെയാണ് ഇന്നും ഈ മീഡിയയുടെ മുന്നിൽ വന്നതെന്ന് പറയുന്നത്. ഇനി സുരേഷ് ചേട്ടൻ ഞാൻ വേറൊരു കാര്യം പറയാം. സെപ്റ്റംബർ 12 അതായത് ഈ കുട്ടിയില്ലേ അഞ്ജന അപ്പുക്കുട്ടനെ ഞങ്ങളുടെ കമ്മിറ്റിയിൽ ഹാജരാക്കിയ ആ ദിവസം ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് ചിറയൻകീഴ് പടത്തിന്റെ ഷൂട്ടിന് പോവാ. അപ്പൊ എൻ്റെ അടുത്ത് അൻസിബ പറഞ്ഞിട്ടുണ്ട് ഇതൊരു സ്ത്രീവിരുദ്ധ കമ്മിറ്റിയാണെന്ന് പറഞ്ഞ് നമുക്ക് രണ്ടുപേർ കൂടെ രാജിവെക്കാമെന്ന്. എൻ്റെ ഗുരുവായൂരപ്പനാണ് സത്യം, ഞാൻ കഴിക്കുന്ന ഭക്ഷണം സത്യം, ഞാൻ ക്യാമറയുടെ മുന്നിൽ ഇരുന്നിട്ടാ പറയുന്നത്, ക്യാമറയാണ് എൻ്റെ അന്നം, ഇട്ടിരിക്കുന്ന മേക്കപ്പ് സത്യം, ഞാൻ ഭജിക്കുന്ന ഭഗവതി സത്യം ഞാൻ പറയാണ്. ഈ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതൊരു സ്ത്രീവിരുദ്ധ കമ്മിറ്റിയാണെന്ന് പറഞ്ഞാൽ നമുക്ക് രാജിവെക്കാമെന്ന്. അപ്പോൾ അന്ന് തൊട്ടേ അൻസിബ ഒരു അജണ്ടയുടെ പിന്നാലെയാണ്. ആ അജണ്ട ഇപ്പൊ അൻസിബ നടപ്പിലാക്കി. അത് ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നാളെ ഒരു കാലത്ത് മനസ്സിലാവും. മനസ്സിലായില്ലേ? ഇതൊരു അലിഗേഷൻ അല്ല. ഇത് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടില്ലെങ്കിൽ അൻസിബ എനിക്കെതിരെ കേസിന് പോട്ടെ.
മനസ്സിലായോ? അപ്പോ അങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കി എസ്ഐയുടെ മുന്നിൽ വെച്ച് ഞാൻ ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്കും ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞു. എസ്ഐ പറഞ്ഞു രണ്ടുപേരും സത്യത്തിൽ ഫോട്ടോ എടുത്തുകൂടാ, പക്ഷേ ലക്ഷ്മിക്ക് ഹസ്ബൻഡിനെ കാണിച്ചു കൊടുക്കാനല്ല, ഇത് പബ്ലിഷ് ചെയ്യാനല്ലല്ലോ, അതുകൊണ്ട് എടുത്തതാണ്. ഒരു കാര്യം ചെയ്, വിവരാവകാശം വഴി നിങ്ങൾ അപ്ലൈ ചെയ്തോളൂ, നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് പരാതിയുടെ കോപ്പിയും തരാം, ഈ സ്റ്റേഷൻ റിപ്പോർട്ടും ഡോക്യുമെന്റ് ആയിട്ട് നിങ്ങൾക്ക് തരാം, അത് പോരെ എന്ന് ചോദിച്ചു. മതി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നീ കുട്ടി ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ എൻ്റെ മകൾക്ക് നോക്കുമ്പോൾ പോലീസുകാരികളല്ലേ, സ്ത്രീകളല്ലേ, മാധുവിനെ പോലെയൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങൾ ചെല്ലുന്ന ഒരു സ്ഥലമല്ലേ. അപ്പൊ എൻ്റെ മകൾ അവിടെ അത്രയും കംഫർട്ടബിൾ ആയിരുന്നെങ്കിൽ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ സുരേഷ് ഏട്ടന് ഊഹിക്കാമല്ലോ. ഒരു 10 വയസ്സുള്ള കുഞ്ഞ് ഒന്നിനെയും ഭയക്കാതെ അവിടെ നിന്ന് പേപ്പർ എടുത്തു, എസ്ഐയുടെ മേശപ്പുറത്ത് കയറിയിരുന്നു എന്നാണ് പറഞ്ഞത്. അത് കളവാണ്. കാരണം എൻ്റെ അത്രയും പൊക്കമുള്ള എൻ്റെ കുഞ്ഞ് എന്തായാലും മേശപ്പുറത്ത് കയറിയിരുന്ന് കളിക്കുന്ന പ്രായമല്ല. 1 വയസ്സോ 2 വയസ്സോ ഉള്ള കുഞ്ഞാണ് നമ്മൾ മേശപ്പുറത്ത് ഇരുത്തിന്ന് പറയും, അത് കളവാണ്. പക്ഷേ മേശപ്പുറത്ത് ഇരുന്ന് ഒരു പേപ്പർ എടുത്തുകൊണ്ട് എൻ്റെ മകള് പോയിട്ടുണ്ട്. അവിടെ പോക്സോ കേസിലെ കുഞ്ഞുങ്ങളെ, അല്ലാത്ത റേപ്പ് വിക്ടിംസിലെ ആളുകളെ എല്ലാം കൊണ്ടുവരുന്ന ഒരു സ്ഥലമാണ്. മാത്രമല്ല ഫാമിലി പ്രോബ്ലംസ് സംസാരിക്കുന്ന സ്ഥലമാകുമ്പം കുഞ്ഞുങ്ങൾക്ക് വേണ്ട ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ഉണ്ട്, സമാധാനത്തിലൊരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ ക്രയോൺസും പേപ്പറും ഒക്കെ വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊരു പേപ്പറാണ് എൻ്റെ കുഞ്ഞ് എടുത്തോണ്ട് പോയത്. അത് തന്നെ 4 തവണ ഞങ്ങൾ ആ സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. അൻസിബയ്ക്ക് 1 തവണ പോയ കാര്യമേ അറിയുള്ളൂ. ഞാൻ കംപ്ലൈന്റ് കൊടുത്തതിന്റെ അന്ന് ജയേഷേട്ടനും മാധു അവിടെ വരേണ്ടി വന്നിട്ട് കുഞ്ഞിനെ നോക്കാൻ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ. പിറ്റേ ദിവസം വീണ്ടും വിളിപ്പിച്ചിട്ടുണ്ട്, അതിന്റെ അടുത്ത ദിവസം വീണ്ടും പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ മാധു ഞങ്ങളുടെ കൂടെ ഉണ്ട്. അങ്ങനെയാണ് ഈ പരിചയം എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? വേണ്ടി വന്നാൽ എൻ്റെ 10 വയസ്സുള്ള മകളെ വേണമെങ്കിലും ഞങ്ങൾ കോടതിയിൽ ഹാജരാക്കും. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഞങ്ങളുടെ കുഞ്ഞ് സംസാരിക്കും, കുഞ്ഞുങ്ങൾ കള്ളം പറയില്ലല്ലോ. അങ്ങനെ അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ എൻ്റെ മകൾക്ക് ഇവർ ഫുഡ് കൊടുക്കുന്ന കണ്ടിട്ട് ഞാൻ അവിടെ ചാരി നിന്നു, അത് കഴിച്ചു കഴിയട്ടെ എന്നുള്ള ഇതിൽ നിന്നപ്പോൾ പുറത്ത് ബഹളം കേൾക്കാം. ഈ മിഥിലാജ് എന്ന് പറയുന്ന ഈ മാധ്യമ പ്രവർത്തകനും വേറൊരു മനുഷ്യനും അൻസിബ ഹസനും കൂടി പുറത്ത് ഭയങ്കര ബഹളമായിരുന്നു. എന്നെ ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചു, അവരെ ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചില്ല. ഒരേ കേസിൽ എങ്ങനെയാണ് നിങ്ങൾ 2 നീതി നടപ്പാക്കുന്നത് എന്ന് പറഞ്ഞിട്ട് പുള്ളി ഷൗട്ട് ചെയ്തപ്പോഴത്തേനും എസ് ഐ ഇറങ്ങി ചെന്ന് കഴിഞ്ഞിട്ട് കാര്യം ചോദിച്ചപ്പം ഈ കാര്യം പറഞ്ഞു, ഫോട്ടോ എടുക്കണം എന്നുള്ളത് പറഞ്ഞു. അപ്പൊ അവര് DCPക്ക് അർച്ചന മാഡത്തിന് റിപ്പോർട്ട് ചെയ്തു. ഇതൊക്കെ കാലം കാത്തുവയ്ക്കുന്ന തെളിവുകളാണ് സുരേഷ് ഏട്ടാ. ഇത് കുറെ കഴിയുമ്പോൾ ഇതൊക്കെ തിരിഞ്ഞു വരുമെന്ന് കാലത്തിനറിയാം, മനസ്സിലായില്ലേ? അപ്പോ അർച്ചന മാഡത്തിന് അന്ന് തന്നെ അവർ റിപ്പോർട്ട് ചെയ്തു. എന്താണ് വാട്ട് ഈസ് ദെയർ റിക്വയർമെന്റ്സ് എന്ന് ചോദിച്ചു. ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു. ഒരു ഫോട്ടോ അല്ലേ എടുത്തോണ്ട് പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ കൈ കഴുകി കഴിക്കാനായിട്ട് ഇറങ്ങുമോ എന്തോ ആയിരുന്നു, ഞാൻ കണ്ടിട്ടില്ല അത്. അപ്പോൾ പിന്നെ പറഞ്ഞു ഒരു 3 മണിയാകുമ്പോൾ വന്നോളൂ, ഞാൻ കഴിക്കാൻ പോവാണ് എന്ന് പറഞ്ഞു. 3 മണിക്ക് നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. പുള്ളിക്കാരി ഓൾറെഡി ഇറങ്ങി, അവരൊരു മനുഷ്യനല്ലേ, ഇറങ്ങി. എന്നിട്ട് എനിക്ക് പിന്നെ എന്താ നടന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ മാധ്യമങ്ങളിൽ ഇത് കാണുമ്പോഴാണ് ഇവർക്ക് ഇത് പീഡനം നടന്നെന്നും അതും ഇതും ഒക്കെ മനസ്സിലാവുന്നത്. പിന്നീട് എനിക്ക് അറിയാൻ കഴിഞ്ഞത്, ഈ ഹസ്ബൻഡും ഞാനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന്റെ പേരിൽ FIR ഇട്ടിട്ടുണ്ടോ എന്ന് അൻസിബയ്ക്ക് അറിയണം. അത് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അത് പേഴ്സണൽ കാര്യമാണ്, അത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വിവരാവകാശം വഴിയാണ് അപ്ലൈ ചെയ്യുന്നത്. അകത്തും പുറത്തും CCTV വിഷ്വൽസ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു. അപ്പൊ അകത്തും പുറത്തും CCTV വിഷ്വൽസ് അവൈലബിൾ അല്ല എന്ന് അറിയിച്ചു. അപ്പൊ ഇവർക്ക് തോന്നി ദൃശ്യം സിനിമയിലെ പോലെ മുന്നേ ഈ തെളിവുകളൊക്കെ ശേഖരിച്ചു വെക്കുന്നത് പോലെ, എന്നാ പിന്നെ ഇനി അടുത്തായിട്ട് കേസിനങ്ങ് പോകാം എന്നോർത്തു. പക്ഷേ സ്റ്റേഷനിലേ ഉള്ളൂ CCTV ഇല്ലാത്തത്. പിന്നെ സുരേഷ് ഏട്ടാ, തൊട്ടു വാതുക്കത്തെ കടകളിലൊക്കെ CCTV ഉണ്ടായിരുന്നു, മനസ്സിലായോ? അപ്പൊ അതിന്റെ റെക്കോർഡ്സ് ഒക്കെ പോലീസ് എടുത്തിട്ടുണ്ട്. അല്ലാതെ ഈ കേരളത്തിലെ ആൾക്കാരെ എല്ലാം തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന പോലെ അങ്ങനെ അല്ല ഇത്. പിന്നെ പോലീസ് കേസ് തള്ളിയത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റിന്റെ അടുത്ത് കേസ് ഉണ്ടായിരുന്നല്ലോ. ഇവര് പ്രീപോൺ ചെയ്ത് 26 എന്ന് പറഞ്ഞ കേസ് പ്രീപോൺ ചെയ്ത് എടുപ്പിച്ചല്ലോ. അപ്പോഴും കോഗ്നൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, കേസ് എടുക്കാൻ പറ്റില്ല എന്ന് തന്നെ പോലീസ് റിപ്പോർട്ട് അത് തന്നെയാണ്. അപ്പൊ അവരുടെ വക്കീൽ റിക്വസ്റ്റ് ചെയ്തു, പിന്നെ ഈ കുട്ടിയെ ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞു. അത് 4-ാം തീയതിക്ക് കേൾക്കാം എന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞൊരു പിന്നെ സിനിമയുടെ യാത്ര പോയിരുന്നു, തിരുവനന്തപുരത്താണ്, ചിറയൻകീഴോട്ടാണെന്നാണ്, കിടക്കാച്ചി അളിയനെന്നാണെന്ന് തോന്നുന്നു. അതെ, എനിക്ക് തോന്നുന്നു അവിടെ ഒരു വലിയ വിഷയം ഉണ്ടായി. അതൊരു പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് ഞാൻ അറിഞ്ഞ ഒരു വിഷയമാണ്. പക്ഷേ ഈ പിന്നെ അവസരത്ത് അവർക്ക് റൂം കൊടുക്കില്ല എന്നുള്ള രീതിയിൽ ഇത്രയും ശത്രുത, അല്ലെങ്കിൽ ഏതെങ്കിലും ഈ ഒരു ശത്രുത വരാൻ കാരണം അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങളിൽ നിങ്ങൾ ഇടപെട്ടിട്ടുണ്ട്? നമ്മളെ ഈ പൊതുജനം എല്ലാം നമ്മളെ വലിച്ചു കീറുമ്പോഴും
നമ്മളെ ഇത്രയധികം ആക്രമിക്കുമ്പോഴും ഇതിന് പിന്നിൽ യഥാർത്ഥത്തിൽ ഉണ്ടായ വസ്തുത എന്താണ് എന്ന് ഞാൻ ഇതുവരെ ഒരു മനുഷ്യരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. ആ കുട്ടി ജയിക്കട്ടെ, ആ കുട്ടി പറയുന്നിടത്തോളം പറയട്ടെ, പോട്ടെ പോട്ടെ പോട്ടെ, എവിടം വരെ പോകുന്നോർത്തിട്ടാണ് ഞാൻ ഇരുന്നത്. സുരേഷ് ഏട്ടൻ ഇത്രയും അറിഞ്ഞിട്ട് ചോദിക്കുമ്പോ എനിക്കത് പറയാതിരിക്കാനായിട്ട് പറ്റില്ല. അത്തം മുതലാണ് ശരിക്കും അവിടെ ഷൂട്ട് ഉണ്ടായിരുന്നത്. കിടക്കാച്ചേളിന്റെ 10 ദിവസത്തോളം കണ്ടിന്യൂസ് ഷൂട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ്, ഓണമൊക്കെ കഴിഞ്ഞപ്പം ഞങ്ങൾ ഒരുമിച്ചാണ് അവിടുന്ന്, അൻസിബയും ഞാനും ഒക്കെ കൂടെ ഒരുമിച്ചാണ് ഇവിടെ വന്നത്. ഞങ്ങൾക്ക് സെപ്റ്റംബർ 12-ാം തീയതി എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അന്ന് തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഫിലിം ചേംബറിന്റെ ഭക്ഷണം കഴിച്ച ദിവസം ഫിലിം ചേംബറിന്റെ ഒരു ലഞ്ച് ഉണ്ടായിരുന്നു, ഓണം ഫീസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ പങ്കെടുത്തു. അതോ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ആയിരുന്നോ എന്ന് അല്ല, ഫിലിം ചേംബറിന്റെ ഇതിൽ പങ്കെടുത്തതാണ്. അന്ന് തിരിച്ച് ഞങ്ങൾ പോയി. അന്ന് രാത്രി ഞങ്ങൾക്ക് ഷൂട്ടുണ്ട്, നൈറ്റ് ഷൂട്ട്സ് ആണ് കൂടുതലും. ആ ഷൂട്ട് കഴിഞ്ഞു. 13-ാം തീയതി ഷൂട്ട് ഉണ്ടായിരുന്നില്ല. അപ്പോ 13-ാം തീയതി ഞങ്ങൾ പുറത്ത് കറങ്ങാനൊക്കെ പോയി. എനിക്ക് നല്ല പനിയുള്ള ദിവസമായിരുന്നു. ഞങ്ങൾ മറ്റേ സിനിമയൊക്കെ പോയിട്ട് കണ്ടു, ലോക സിനിമയൊക്കെ പോയി കണ്ടു. പിന്നെ വേറൊരു സ്ഥലത്ത് ഞങ്ങൾ പോയി. അതിന്റെ ബില്ലും ഞാൻ തന്നെയാണ് പേ ചെയ്തത്. അൻസിബയുടെ ബില്ല് ഞാൻ തന്നെയാണ് പേ ചെയ്തത്. അങ്ങനെ അന്ന് ഇവര് വിളിച്ചിട്ട് പറഞ്ഞു, പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, 13-ാം തീയതി ഇവർ വിളിച്ചിട്ട് പറഞ്ഞു പടം ഒന്ന് സ്കെഡ്യൂൾ ചെയ്യുകയാണ്, കുറച്ച് അവർക്ക് എന്തോ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ ഇനി ഷൂട്ട് തുടങ്ങുന്നുള്ളൂ, മാഡം ഒക്കെ പോകുന്നെങ്കിൽ പോയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ദിവസത്തെ നൈറ്റ് ഷൂട്ടിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവിടുന്ന് റിസ്ക് എടുത്ത് വീണ്ടും തിരിച്ച് ചിറയൻകീഴ് വരെ പോയിരുന്നത്. അപ്പോൾ ആ ഷൂട്ട് നടന്നു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, എന്നാൽ പിന്നെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. ഞാൻ ഈ മോളെ നിർബന്ധിച്ച് പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി പറഞ്ഞു, ഷൂട്ടില്ലല്ലോ, അനിശ്ചിതമായിട്ട് ഷൂട്ടില്ല, എപ്പോഴാണ് ഇനി തുടങ്ങുന്നതെന്ന് അറിയില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞാൽ ഈ കുട്ടിയെ വിളിക്കുമ്പം ഈ കുട്ടി വരാൻ തയ്യാറാവുന്നില്ല. ഈ കുട്ടി പറഞ്ഞു 3 ദിവസം കൂടി ഈ കുട്ടിക്ക് അവിടെ നിന്നേ പറ്റുള്ളൂ, നിന്ന് എങ്ങനെയെങ്കിലും പേയ്മെന്റ് വാങ്ങിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ കാശിന് അത്യാവശ്യത്തിന് വല്ലതും ആണെങ്കിൽ വീട്ടിൽ നിന്ന് ഞാൻ കാശ് തരാം, വീട്ടിൽ വരൂ, നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാശ് തരാം, അപ്പം മോള് ഒറ്റയ്ക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. ഇല്ല ചേച്ചി, എനിക്ക് 3 ദിവസം നിന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ശരി, അങ്ങനെ അവൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിൽക്കട്ടെ, നമുക്ക് നിർബന്ധിച്ച് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിറ്റേ ദിവസം വെളുപ്പിനത്തെ വന്ദേ ഭാരതിന്റെ ടിക്കറ്റ് ബുക്ക് ചെയ്യും. രാത്രി 2 മണി വരെ ഞങ്ങൾ വർത്താനം പറഞ്ഞ് അവിടെ ഇരിക്കുകയും ചെയ്തു. ഞാനും അൻസിബയും കൂടെ വർത്താനം പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് 3 മണിയായപ്പോൾ ഞാൻ എൻ്റെ റൂമിൽ പോയി കുളിച്ച് ഫ്രഷായി എൻ്റെ പെട്ടിയൊക്കെ എടുത്ത് പോകുമ്പോൾ താഴെ ഞാൻ വണ്ടി കയറാൻ നേരത്ത് ഒരാളിനെ ഞാൻ കണ്ടു. ആള് മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ആളുടെ കണ്ണിന്റെ ഒക്കെ ഭാഗങ്ങൾ അപ്പൊ നമുക്കൊരു പരിചയമുള്ള ഒരാളായിട്ട് നമുക്ക് തോന്നി. പക്ഷെ ആളെനിക്ക് ഞാൻ ഐഡന്റിഫൈ ചെയ്തൊന്നുമില്ല. പിന്നെ എനിക്ക് പറഞ്ഞപ്പോഴാണ് ഈ ആളാണല്ലോ ആ ആളെന്ന് മനസ്സിലായത്. ഈ ആളെ ഞാൻ ജസ്റ്റ് കണ്ടതേ ഉള്ളൂ. കാരണം രാത്രിയല്ലേ, ആ സമയമല്ലേ, ജസ്റ്റ് ഈ നമ്മുടെ വണ്ടി ഓണായ ഇതിലാണ് കാണുന്നത്. അങ്ങനെ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോന്നു, വന്ദേ ഭാരത് ട്രെയിനിൽ കയറി ഞാൻ ഇവിടെ എത്തുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് വീട്ടിലെത്തിക്കഴിഞ്ഞ് പിന്നെ ഏട്ടൻ എന്തോ വിളിക്കാൻ വന്നിട്ട് ഞങ്ങൾ ഒരുമിങ്ങ് പോന്നു. പിന്നെ ഞാൻ നോക്കുമ്പോൾ 100 കണക്കിന് മിസ്ഡ് കോൾസ് എൻ്റെ ഫോണിൽ കിടക്കുകയാണ്. എനിക്ക് ഭയങ്കര വെപ്രാളായിപ്പോ. ഒന്ന് ഞങ്ങളുടെ ഈ പ്രൊഡ്യൂസർ രതീഷ് സണ്ണി എന്ന് പറഞ്ഞ കോ പ്രൊഡ്യൂസർ, അതുകൂടാതെ ആ സെറ്റിലുള്ള പ്രൊഡക്ഷൻ കൺട്രോളർ രാജേഷ് നെയ്യാറ്റിങ്കര, സജിത്ത് പ്രൊഡക്ഷൻ മാനേജർ സജിത്ത്, അങ്ങനെ ഒരുപാട് പേര്. പിന്നെ ഞങ്ങളുടെ ഹോട്ടലിന്റെ ഓണർ സജീർ എന്ന് പറഞ്ഞ സാറ്, പിന്നെ ഹോട്ടലിന്റെ മാനേജർ ഒരു പയ്യൻ, അതുപോലെ ഷീബ എന്ന് പറഞ്ഞ കെയർ ടേക്കർ, ഇങ്ങനെ കോൾ ലിസ്റ്റ് കിടക്കുക. അക്ഷരാർത്ഥത്തിൽ ഞാൻ പേടിച്ചു പോയി കേട്ടോ. അപ്പം ഞാൻ ജയ്ഷേട്ടൻ വന്ന് വണ്ടി കയറി ഇരുന്നിട്ടാണ് ഞാൻ തിരിച്ചു വിളിക്കുന്നത്. അപ്പം ആദ്യത്തെ കോള് ഷീബ എന്ന് പറഞ്ഞ ചേച്ചിയുടെ കോൾ ലിസ്റ്റാണ്. അതിലേക്ക് ഞാൻ വിളിക്കുന്നു. വിളിച്ചപ്പം എൻ്റെ അടുത്ത് പറയുന്നത്, ലക്ഷ്മി മാഡം ഞങ്ങൾക്ക് അവിടെ അപ്പാർട്ട്മെന്റ് ഹോട്ടലാണ്, 2 റൂമും ഹാളും കിച്ചനുമായിട്ട് അപ്പാർട്ട്മെന്റ് ഹോട്ടലാണ്. അപ്പം അതിൽ ഒരു റൂമിൽ ഞാൻ, ഒരു റൂമിൽ അൻസിബ, ഇങ്ങനെയാണ് താമസിക്കുന്നത്. അപ്പം ലക്ഷ്മി മാഡം ഇറങ്ങിയ ഉടനെ 4 മണിക്ക് ഷാർപ്പ് ലക്ഷ്മി മാഡം ഇറങ്ങിയ ഉടനെ മാസ്ക് ഇട്ട ഒരാള് ഈ റൂമിലേക്ക് കയറി. അൻസിബ മാഡം വന്ന് ഡോറ് തുറന്നു കൊടുത്തു, അകത്തേക്ക് കയറി. ഇത് CCTV കണ്ടു എന്ന് പറഞ്ഞു, സാറ് കണ്ടു എന്ന്. അതായത് നൈറ്റില് വോയിസ് കമാൻഡിങ് അവിടെ നൈറ്റിൽ ഇത് മോണിറ്റർ ചെയ്യുന്നത് ദുബായിൽ ഇരുന്നിട്ട് സജീർ എന്ന് പറഞ്ഞ ഈ റിവേര റെസിഡൻസിയുടെ ഉടമസ്ഥനാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത്. അപ്പൊ പുള്ളി പറയും, ഇതേ ചാവി അവിടെ വെച്ചിട്ടുണ്ട് മാഡം, മാഡത്തിന്റെ ഫുഡ് അവിടെ ഇരിക്കുന്നു. വോയിസ് കമാൻഡിങ് നമ്മൾ അശരീരി കേൾക്കുന്ന പോലെ ഉണ്ടാവും. അപ്പൊ ഇദ്ദേഹം ഇത് കണ്ടു. ഇദ്ദേഹം കണ്ടിട്ട് ഇദ്ദേഹം വിചാരിക്കുന്നത്, ഇദ്ദേഹം അറിയാണ്ട്, അതായത് പിന്നെ ഹോട്ടൽ മാനേജർ അറിയാണ്ട് സിനിമയുടെ പ്രൊഡക്ഷനിലുള്ള ആരോ ഇവിടെ ഈ റൂമിലേക്ക്, ഞാൻ വെക്കേറ്റ് ആയ റൂമിലേക്ക് ആരെയോ അക്കോമഡേറ്റ് ചെയ്തു എന്നാണ് ഇദ്ദേഹം വിചാരിക്കുന്നത്.
അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു, ഈ വെളുപ്പിനെ തന്നെ ഈ മാനേജേഴ്സിനെ വിളിക്കുന്നു. മാനേജേഴ്സ് പറയുന്നു ഞങ്ങൾക്കറിയില്ല, ഇങ്ങനെ ഒരാൾ വന്നിട്ട് ഞങ്ങൾക്കറിയില്ല. ഉടനെ പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസറെ വിളിക്കുന്നു, കോ പ്രൊഡ്യൂസേഴ്സിനെ വിളിക്കുന്നു. അങ്ങോട്ട് ആകെ മൊത്തം ഒരു ബഹളമായി. ഇവരാരും അറിയാതെയാണ് ഇങ്ങനെ ഒരാൾ വന്നിരിക്കുന്നത് എന്ന് പറയുന്നു. ഞാനില്ലല്ലോ, ഞാൻ ചിത്രത്തിലില്ലാത്ത ആളാണ്. അങ്ങനെ ഇവർ അന്വേഷിച്ച് പിടിച്ച് ഇവരിവിടെ എത്തുമ്പോഴത്തേനും ബെല്ലടിക്കുന്നു. അൻസിബയെ വിളിക്കുന്നു. അൻസിബ ഫോൺ എടുക്കുന്നില്ല. ബെല്ലടിച്ചിട്ടൊന്നും തുറക്കുന്നില്ല. 4 മണിക്ക് റൂമിൽ ആൾ വന്നിരിക്കുന്നതാണ്, തുറന്നിട്ടില്ല. തുറക്കാതെ വന്നപ്പോഴത്തേനും 6:30 മണി വരെ അവിടെ വെയിറ്റ് ചെയ്തിട്ട് 6:30യോട് കൂടിയിട്ട് ഷീബ എന്ന് പറയുന്ന ലേഡി ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് മെയിൻ എൻട്രൻസ് തുറക്കുന്നു. നേരെ എൻ്റെ റൂമിലേക്ക് നോക്കുന്നു. അവിടെ ആരെയും കാണാനില്ല. അപ്പൊ അൻസിബയുടെ റൂമിൽ തട്ടി അൻസിബയെ വിളിച്ചു. അപ്പൊ അവര് പറഞ്ഞ വാക്കാണ്, അപ്പൊ ജനിച്ചു വന്ന കുഞ്ഞിന്റെ നിഷ്കളങ്കതയോടെ അൻസിബ മാഡം വന്നിട്ട് വാതിൽ തുറന്നു എന്ന്. മനസ്സിലായോ? അപ്പൊ ചോദിച്ചു ആരെങ്കിലും അകത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും അയ്യോ ഇല്ല, ആരും ഇല്ല, ആരും വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞെന്ന്. അപ്പൊ ഇവര് ഡോർ ഇച്ചിരി ഒന്ന് തള്ളി തുറന്നിട്ട് ചോദിച്ചു. അപ്പൊ അവര് തന്നെ അന്തം വിടും, ആരാ ഇവിടെ കയറിയെന്ന് നമുക്ക് അറിയില്ല, മുഖംമൂടിയും വെച്ചിട്ടുണ്ട്, മുഖംമൂടിയല്ല മാസ്കും വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് പിന്നെ ഇങ്ങനെ നോക്കുമ്പോഴത്തേന് ഈ പുള്ളി കട്ടിലയിൽ ഇരിക്കുക, ഈ മനുഷ്യൻ കട്ടിലയിൽ ഇരിക്കുന്നു, എഴുന്നേറ്റിരിക്കുന്നു. അപ്പൊ ഇതാരാണെന്ന് ചോദിച്ചു. അയ്യോ ഇതെന്റെ ബ്രദർ ആണ് എന്ന് പറഞ്ഞു. അപ്പോഴത്തേനും പറഞ്ഞു ആണോ, ബ്രദർ ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ടോ? ആർക്കും ആരുടെ റൂമിലും വരാമെന്ന് ഇപ്പൊ സുപ്രീം കോടതിയുടെ ഓർഡർ പോലും ഉണ്ട്. ബ്രദർ സ്റ്റേ ചെയ്യുന്നുണ്ടോ? പറഞ്ഞു പിന്നെ സ്റ്റേ ചെയ്യുന്നുണ്ട്, 3 days സ്റ്റേ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ബ്രദറിന്റെ ആധാർ കാർഡ് തരാൻ പറഞ്ഞു. ആധാർ കാർഡ് ചോദിച്ചപ്പോൾ പറഞ്ഞു അവർ 7 സ്റ്റാർ ഹോട്ടലിൽ ഇവരെ താമസിക്കുന്ന ആൾക്കാരാണ്, ആധാർ കാർഡ് ഒന്നും തരാനായിട്ട് പറ്റത്തില്ല, ID തരാൻ പറ്റില്ല, ഇതാന്ന് പറഞ്ഞു. ഭയങ്കര ബഹളം. അപ്പൊ സിനിമാക്കാരും ഇദ്ദേഹത്തിന്റെ അടുത്ത് വഴക്കിടുന്നു. ഈ ഞങ്ങളുടെ പ്രൊഡക്ഷൻ സൈഡിലുള്ള ആൾക്കാർ വഴക്കിടുന്നു. ഇത് മുഴുവനും ഇവർ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നുണ്ടല്ലോ, ഞാൻ പറയുന്ന ഒരു കാര്യത്തിനും തെളിവില്ലാതെ ലക്ഷ്മിപ്രിയ സംസാരിക്കില്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ ഇവര് മൊത്തം ഇവിടുത്തെ വഴക്കും ഈ കാര്യങ്ങളും, പുള്ളി ഭയങ്കര ഭീഷണിയാണ് പെടുത്തുന്നത്. അങ്ങനെ ചെയ്യൂ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അതും ഈ മിഥിലാജാണ്. ഈ സ്റ്റേഷനിൽ വന്ന അതേ മിഥിലാജ് എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞുതരാം, മുൻപ് കോമഡി ഉത്സവം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ആയിരുന്ന താടി മുടിയൊക്കെ ഉള്ള മിഥിലാജ് എന്ന് പറയുന്ന വ്യക്തിയാണ്. കാരണം ഞാൻ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അവിടെ വന്ന് അത് എൻ്റെ കയ്യിൽ ഞാൻ വാങ്ങിച്ചിട്ടില്ല, അത് എൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് വാങ്ങിച്ചിട്ടില്ല. പക്ഷെ അതുണ്ട്, പലരുടെ കയ്യിലും അത് സേഫ് ആയിട്ട് ഉണ്ട്. എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ തീർച്ചയായിട്ടും അവരത് പുറത്തെടുക്കും. അങ്ങനെ ഒരു രേഖയുണ്ട്. ഇതിന് അൻസിബയ്ക്ക് വേണമെങ്കിൽ കേസിന് പോകാം. ഇങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല എന്ന് അൻസിബ തെളിയിക്കണം. മിഥിലാജ് അൻസിബയുടെ റൂമിൽ വന്നിട്ടില്ല എന്ന് അൻസിബ തെളിയിക്കണം. അപ്പോ പിന്നെ ഭയങ്കര പ്രശ്നമാണ്. ഇദ്ദേഹം ഭയങ്കര ഷൗട്ടിങ്ങും പ്രശ്നങ്ങളുമാണ്. ഇത് വളരെ ഇതോടുകൂടി പറയുന്ന ഒരു ആരോപണമാണോ അതോ അല്ലെങ്കിൽ ആരോപണമല്ല, ഇത് സത്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ അടുത്ത് രാജീവ് പറഞ്ഞ കാര്യം വെച്ചാല് അവിടെ വന്ന വിഷയത്ത് പറഞ്ഞാൽ അവർക്ക് അവിടെ ഇത് കൊടുക്കാത്തതിന് വേറെ ചില റീസൺ അവർ പറയുന്നത്. അപ്പൊ എന്താണെന്നത് ആ റീസൺ ആണ് ഞാൻ പറയുന്നത്. അപ്പോ പിന്നെ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് പൊക്കോണം എന്ന് പറയുന്നു. നിങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. ID കാർഡ് തന്നാൽ അവർക്ക് സ്റ്റേ ചെയ്യാം, ID കാർഡ് ഇല്ലെങ്കിൽ സ്റ്റേ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവർ പറഞ്ഞു ഇവർ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ പ്രൊഡക്ഷനിലെ ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ഒരു 10:30 കൂടിയിട്ട് ഇവര് പോകാനായിട്ട് തയ്യാറാവുന്നു. അപ്പോൾ അവിടുത്തെ ആ കുട്ടിയുടെ ലഗേജും സാധനങ്ങളും ഒക്കെ കെയർ ടേക്കറെ ഏൽപ്പിക്കുന്നു. അപ്പൊ ഇവർക്ക് മനസ്സിലായി ഈ കുട്ടി വീട്ടിലേക്കല്ല പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സ്ഥലത്ത് അഭിനയിക്കാനായിട്ട് ഒരു പെൺകുട്ടിയോ ആരുമില്ലാതെ വരുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം തീർച്ചയായിട്ടും ആ പ്രൊഡക്ഷനിലുള്ള ആൾക്കാർക്കല്ലേ. അപ്പൊ അത് വെച്ചിട്ട് അവരെന്ത് ചെയ്തു, ശ്വേത ചേച്ചിയെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ ജോയിന്റ് സെക്രട്ടറി കൂടിയായ അൻസിബ ഹസൻ ആരാന്ന് നമുക്കറിയില്ല, ആരോ ഒരാളുടെ കൂടെ എങ്ങോട്ടോ പോയിട്ടുണ്ട്, 3 ദിവസം കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ലഗേജ് ഇവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ നിങ്ങളെ ഒന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് എന്ന് ശ്വേത ചേച്ചിയെ വിളിച്ച് അവർ പറയുന്നു. അത് ഒരാളുടെ പേഴ്സണൽ കാര്യമല്ലേ. ശ്വേത ചേച്ചി അതും ഹൈഡ് ചെയ്തു. ഈ പേഴ്സണൽ എന്ന് പറയുന്ന എല്ലാവർക്കും ഉണ്ടല്ലോ. ഹൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ID പ്രൂഫ് കൊടുത്തെങ്കിൽ ആർക്കും ഒരു വിഷയവുമില്ല, ആർക്കും ആരുടെ റൂമിലും വരാം. പക്ഷെ ID പ്രൂഫ് ഉണ്ടായിരിക്കണം. കൊടുത്തില്ല. അപ്പോ പിറ്റേ സ്കെഡ്യൂള് നമുക്കവിടെ പിന്നെ ഞാൻ വിളിച്ചു. ഈ വിവരം ഞാൻ അറിഞ്ഞിട്ട് ഈ ഷീബ എന്ന് പറഞ്ഞ ആൾ എന്നെ വിളിച്ചു പറഞ്ഞപ്പം ഞാൻ പറയാണ് അത് ചിലപ്പോൾ ആ കുട്ടിയുടെ ആങ്ങളെ ആയിരിക്കും ചേച്ചിന്ന്. അപ്പൊ എൻ്റെ അടുത്ത് പറയാം ആങ്ങളെ എങ്ങനെയാണ് മുഖം മറച്ചൊരു പെങ്ങളുടെ റൂമിൽ വരുന്നത്? മാത്രമല്ല ഇത്രയും വലിയൊരു പെങ്ങളുടെ കൂടെ ആങ്ങളെ താമസിക്കില്ലല്ലോ. മാഡത്തിന്റെ റൂം അവിടെ ഒഴിഞ്ഞു കിടപ്പുണ്ടല്ലോ. എന്തുകൊണ്ട് ആ പുള്ളി അവിടെ താമസിച്ചില്ല? എന്തിന് ഈ മാഡത്തിന്റെ റൂമിൽ തന്നെ താമസിച്ചു? നമുക്ക് ഉത്തരവില്ലാതെ പോവാണ്. അവിടെ ഞാൻ അൻസിബയെ സേവ് ചെയ്യാനേ നോക്കിയിട്ടുള്ളൂ. ഇത് കഴിഞ്ഞ് ഞാൻ ഈ കുട്ടിയെ വിളിച്ചു.
വിളിച്ചപ്പോൾ എന്നോട് ചിരിച്ചിട്ട് പറഞ്ഞു, ചേച്ചിക്ക് അറിയില്ലേ 9 വർഷമായിട്ട് എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന് അറിയില്ലേ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾ കന്യാകുമാരിയിൽ പോവാണെന്ന് പറഞ്ഞു. അങ്ങനെ കന്യാകുമാരിയിൽ പോയിട്ട് ദേ അവിടെ ഒരു കുബേരനും അവിടെ ഒരു ലക്ഷ്മി ഇരിപ്പുണ്ട് ശംഖ് കൊണ്ടുള്ള. ഒരു മിനിറ്റ് തന്നാൽ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇതുമൊക്കെ മേടിച്ച് 3 ദിവസം കഴിഞ്ഞ് അൻസിബ ഭയങ്കര ഹാപ്പി ആയിട്ട് ഈ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി പറഞ്ഞില്ലേ ഇങ്ങനെ പൈസ എന്തെങ്കിലും വേണേ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ എന്നെ ഒന്നൊരു 50,000 എന്നെ ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ അകത്ത് പോയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസയിൽ നിന്ന് 50,000 രൂപ ഈ കുട്ടിക്ക് ക്യാഷ് ആയിട്ട് കൊണ്ടുവന്ന് കൊടുത്തു. ഓക്കെ.